മക്കളെ, ഭൂമിയിൽ ഐശ്വര്യം കണ്ടെത്താൻ, ദീർഘായുസ് പ്രാപിക്കാൻ നീ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. ഇത് പിള്ളേർക്കുള്ള കൽപ്പനയല്ല, മുതിർന്നവർക്ക് കൂടിയുള്ള കൽപ്പനയാണ്. ജന്മം തന്ന മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, അംഗീകരിക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഓർക്കുന്നൊരു അനുഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അടുക്കൽ വന്ന ഒരു പെൺകുട്ടി, പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ പാസ്സായൊരു കൊച്ച്, കാണാൻ നല്ല സുന്ദരി, കുടുംബത്തിൽ വലിയ സാമ്പത്തികം എല്ലാം ഉണ്ട്. പക്ഷേ പ്രായം ഒരല്പമായിട്ടുണ്ട്, വിവാഹം നടക്കണില്ല. പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോവുകയാണ്. എപ്പോഴും ഈ കൊച്ചിന് അസ്വസ്ഥതയാണ്. മാതാപിതാക്കളും ഈ പെൺകുട്ടിയും സഹോദരനും ഒക്കെ പലപ്പോഴും ഞാനായിരിക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ വിശുദ്ധ ബലിയർപ്പണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊടുങ്കാറ്റ് പോലെ ഈ പെങ്കൊച്ച് കയറി വന്നു. അവളിങ്ങനെ അസ്വസ്ഥപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പം? എന്നെ പെണ്ണ് കാണാനായിട്ട് ഇന്ന് രാവിലെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ബന്ധത്തിന് താല്പര്യമില്ല. ഉടൻ തന്നെ എൻ്റെ അമ്മ എന്നെ പദം പറയാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് സഹിച്ചില്ല അച്ഛൻ. അപ്പം ഞാൻ എൻ്റെ അമ്മയോടൊരു ചോദ്യം ചോദിക്കണം, പിന്നെ നിങ്ങളെന്തിനാ എന്നെ ജനിപ്പിച്ചത്? ഒരല്പം ക്രൂരമായ ഒരു മറുപടിയാണ്. സ്വാഭാവികമായിട്ട് രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ട്. ആ പെൺകുട്ടിക്ക് ഉണ്ടായ മാനസികമായ അസ്വസ്ഥത, അമ്മയ്ക്കുള്ള അസ്വസ്ഥത. അതുകൊണ്ട് അമ്മ അങ്ങനെ പ്രതികരിച്ച് ഈ പെൺകൊച്ചും പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർ ആ കൊച്ചിനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു. പക്ഷേ വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ബൈബിള് ഞാനിങ്ങനെ തുറന്നപ്പോൾ ഒരു വചനഭാഗം കണ്ടു. വലിയ ഒരു ഭീതി എന്നീ സൃഷ്ടിച്ചൊരു വചനഭാഗമാണ്. ഇത് യെശയ്യായുടെ പുസ്തകം 45:10 ഞാനപ്പം വചനഭാഗം എഴുതി വെച്ചു. എന്താണ് ആ വചനത്തിൽ എഴുതിയിരിക്കണേന്നറിയാവോ? പിതാവിനോട് നീ എന്തിനാണ് ജനിപ്പിക്കുന്നത് എന്നും മാതാവിനോട് നീ എന്തിനാണ് എന്നെ പ്രസവിക്കുന്നത് എന്നും ചോദിക്കുന്നവനും ചോദിക്കുന്നവൾക്കും ദുരിതം. ഐ റിപ്പീറ്റ്, പിതാവിനോട് നീ എന്തിനാണ് എന്നെ ജനിപ്പിക്കുന്നത് എന്നും മാതാവിനോട് നീ എന്തിനാണ് എന്നെ പ്രസവിക്കുന്നത് എന്ന് ചോദിക്കുന്നവനും ചോദിക്കുന്നവൾക്കും ദുരിതം. എന്റെ കാരണം എന്താണ്? ഇതൊരു ശാപമായിരിക്കും എന്നാ വചനം പറയണത്. അവർക്ക് ശാപമായിരിക്കും, തകർച്ചയായിരിക്കും. കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ, വചനം തന്നെയാ പറയണത്. പ്രഭാഷകന്റെ പുസ്തകം 7, 27, 28 തിരുവചനങ്ങൾ അതിന്റെ കാരണം പറയുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കട്ടെ, നൊന്തുപറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക, നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ സാധിക്കും? അവരുടെ ദാനത്തിന് നിനക്ക് എന്ത് പ്രതിഫലം നൽകാൻ സാധിക്കും? ലോകത്തിലെ ഏറ്റവും മൂല്യമായ ഒന്ന്, ജീവൻ, ഈ ഭൂമിയിലേക്ക് കടന്നു വരാനുള്ള അനുമതി നൽകിയത് നിന്റെ മാതാപിതാക്കളാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ, ചോദ്യം ചെയ്താൽ ദൈവശിക്ഷയുണ്ടാകുമെന്ന വചനം പറയണത്. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും താക്കീതുള്ള ഒരു വചനം കിടപ്പുണ്ട്. കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും ശക്തവും ഏറ്റവും താക്കീത് നിറഞ്ഞൊരു വചനം. ഇത് ഹെബ്രായ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുവചനമാണ്. ഹെബ്രായർ 5:8. എന്താണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കണേന്നറിയാവോ? ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെ, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ അവൻ ദൈവസന്നിധിയിൽ വിശ്വാസം ത്യജിച്ചവനേക്കാളും അവിശ്വാസിയേക്കാളും ഹീനനായി ഗണിക്കപ്പെടും. ഞാൻ വചനം ആവർത്തിക്കാം. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെ, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിധി ദിവസം കർത്താവിന്റെ മുമ്പിലേക്ക് നീ കടന്നു വരുമ്പോൾ ഒരു നിരീശ്വരവാദിയെക്കാളും അവിശ്വാസിയെക്കാളും ഹീനനായി ഗണിക്കപ്പെടും. അപ്പൊ ഒന്നാമത്തെ ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കണം. പിതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന പ്രത്യേകമായ ചുമതലയാണ്, മറന്നു പോകരുത്. നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് മറ്റേത് ഭാഗം വായിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഈ 3 അധ്യായങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം. അത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അതിൻ്റെ 5, 6, 7 അധ്യായങ്ങളാണ്. 5, 6, 7 അധ്യായങ്ങൾ. ഇത് മലയിലെ പ്രസംഗമാണ്. കർത്താവിൻ്റെ എല്ലാ പ്രബോധനങ്ങളും അവിടെ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പ്രബോധനങ്ങളും, യേശു പഠിപ്പിച്ച എല്ലാ പ്രബോധനങ്ങളുടെയും ഒരു പൂർണ്ണ രൂപം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. മലയിലെ പ്രസംഗം 3 അധ്യായങ്ങൾ.
കർത്താവ് മലയുടെ മുകളിലേക്ക് കയറിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പഠിപ്പിച്ച ഭാഗമാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവായിരുന്ന മഹാത്മാഗാന്ധി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ നന്മയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ നന്മയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിത നിയമങ്ങൾ വേണം. ഈ ജീവിത നിയമങ്ങൾ എവിടെ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് ചോദിച്ചാൽ അത് ബൈബിളിൽ നിന്ന് കിട്ടും. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ. അപ്പം എല്ലാവർക്കും യോഗ്യമായ ജീവിത നിയമങ്ങൾ. എന്നിട്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ സജസ്റ്റ് ചെയ്യുന്ന, നിർദ്ദേശിക്കുന്ന ഭാഗം ഈ മലയിലെ പ്രസംഗമാണ്. ക്രിസ്ത്യാനികളായ നമുക്ക് എത്ര പേർക്ക് ഇത് അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നത് അഷ്ടസൗഭാഗ്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ അതിൻ്റെ 10 വരെയുള്ള തിരുവചനങ്ങൾ, അഷ്ടസൗഭാഗ്യങ്ങൾ, 8 സൗഭാഗ്യങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിതത്തെ പോലും ക്രമീകരിക്കാനായിട്ട് ഈ മഹാത്മാവിന് സാധിച്ചു. അപ്പം എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഈ പ്രധാനപ്പെട്ട ഈ പ്രബോധനം അവസാനിക്കുന്നത് 7-ാമത്തെ അധ്യായത്തിലാണ്. അതിൻ്റെ ഈ 7-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് എടുത്തു പറയുന്നുണ്ട്. 23, 24 തിരുവചനങ്ങൾ, മത്തായി 7, 23, 24 തിരുവചനങ്ങൾ. എന്താണ് ഈ ഭാഗത്ത് പറയണതെന്ന് അറിയാവോ? 2 വീടുകളെ കുറിച്ചാണ് കർത്താവ് പറയണത്. 2 വീടുകൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഭവനങ്ങൾ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരേ വിസ്തീർണത്തിൽ ഒരേ രീതിയിൽ 2 ഇടത്ത് പണിത വീടുകൾ. പെട്ടെന്ന് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, കാറ്റടിക്കുന്നു, മഴയുണ്ടാകുന്നു. ഒരു വീടിന് സംഭവിച്ചതിനെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീടിന് എന്താ സംഭവിച്ചത്? ആ വീട് നിലം പരിശാകാൻ ഇടവന്നു. ഈ കാറ്റും കോളും അതോടൊപ്പം തന്നെ ഈ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായപ്പോൾ അത് തകർന്ന് തരിപ്പണമായിട്ട് താഴേക്ക് വീഴുകയാണ്. അതിൻ്റെ പ്രശ്നവും കൂടി അവിടെ പറയുന്നുണ്ട്. അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാവോ? ആ ഭവനം പണിതിരുന്നത് മണൽപ്പുറത്തായിരുന്നു. അടിസ്ഥാനം എന്ന് പറയുന്നത് മണൽപ്പുറത്തായിരുന്നു. അങ്ങനെ മണപ്പുറത്ത് ഭവനം പണിത വ്യക്തിയെക്കുറിച്ച് വചനം സൂചിപ്പിക്കുന്ന അവൻ ഭോഷനായ മനുഷ്യൻ എന്നാണ്, വിവേകമില്ലാത്ത മനുഷ്യൻ എന്നാണ്. ഈ വലിയ വീട് പണിതപ്പോൾ അതിൻ്റെ അടിസ്ഥാനം അവൻ മറന്നുപോയി. എന്നാൽ 2-ാമത്തെ ഭവനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതേ പ്രതിസന്ധി, ഇതേ കൊടുങ്കാറ്റ്, ഇതേ പേമാരിയൊക്കെ അവിടെ വന്നു. എന്നാൽ ആ ഭവനം വീണു പോയില്ല. 24-ാം തിരുവചനം വായിക്കുക പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭവനം പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഭവനമായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എങ്ങനെയാണ് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്നതെന്ന് കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ വചനത്തിൽ പറയണെന്നറിയാവോ? എന്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത് ബുദ്ധിമാനായ മനുഷ്യന് തുല്യനത്രേ. ഞാൻ വചനം ആവർത്തിക്കാം. എന്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത് ബുദ്ധിമാനായ മനുഷ്യന് തുല്യനത്രേ. എന്ന് വെച്ചാ ആത്മീയതയുടെ അടിത്തറ ആ വീടിനുണ്ടായിരുന്നു. ദൈവത്തിനോട് സവിശേഷമായ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭവനം ഇങ്ങനെ തകരാതെ നിൽക്കാൻ ഇടവന്നത്. ചേർന്നത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, ഹാബിറ്റാറ്റ്. അതിന് താമസിക്കാനുള്ളൊരു ഇടമുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കോഴീനെ വളർത്തുന്നുണ്ടാകും, പട്ടിയെ വളർത്തുന്നുണ്ടാകും, പന്നിയെ വളർത്തുന്നുണ്ടാകും. ഈ സാധനങ്ങളൊക്കെ എവിടെ നമ്മൾ കൊണ്ടുപോയി ഇടുക? ഇതിനെല്ലാം നമ്മൾ കൊണ്ടുപോയി ഇടുന്നത് ഒരു കൂട്ടിലാണ്, അല്ലേ? കോഴിക്കൂട്, പട്ടിക്കൂട്, പന്നിക്കൂട് എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ എൻ്റെ പേര് ചോദിക്കുന്നു, ഞാൻ പേര് പറയുന്നു, എൻ്റെ പേര് ഫാദർ ജോസ് തോമസ് എന്നാണ്. അച്ഛൻ്റെ കൂടെ എവിടെയാണെന്ന് ചോദിക്കുമോ? ഇല്ല, അല്ലേ? ഒരിക്കലും ചോദിക്കുകയില്ല. അച്ഛൻ്റെ കൂടെ എവിടെയാണെന്ന് ഞാൻ പറയൂരെന്ന് പറയും, ഒരിക്കലും പറയുകയില്ല. നമുക്കറിയാം മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൂടാണ്. എന്നാൽ മനുഷ്യന് വീടാണ്. ഈ കൂടും വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. കൂടും വീടും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്. ചില വീടിൻ്റെ മുമ്പിൽ നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? ഈ കൂടും വീടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ 2 സ്ഥലത്തും പൊതുവായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? വംശവർദ്ധനവിന് വേണ്ടിയിട്ട് ശാരീരികമായിട്ട് ഉള്ള
ഒന്നാകുന്ന ഒരു അനുഭവമുണ്ട് ഈ രണ്ടിടത്തും. ശാരീരികമായിട്ട് ഒന്നാകുന്ന ഒരു അനുഭവം, അത് ജീവ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണത്. രണ്ടാമത്തെ കാര്യം അവിടെ ഒരു കൂടി വരവുണ്ട്. വൈകുന്നേരം ആവുമ്പോൾ ഈ പക്ഷികളൊക്കെ പോയി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? മൃഗങ്ങള് കൂടണയുന്നത് കണ്ടിട്ടില്ലേ? പിന്നെ രാവിലെ അത് പറന്നു പോവുകയുള്ളൂ, ഇര തേടി പോവുകയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലും സംഭവിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മൂന്നാമതൊരു കാര്യമുണ്ട്. മൃഗങ്ങൾ ആവസിക്കുന്ന കൂട്ടിൽ ഇല്ലാത്തതും മനുഷ്യർ താമസിക്കുന്ന വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടതുമായ മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഇവിടെ മനുഷ്യൻ താമസിക്കുന്ന ഇടങ്ങളിൽ ദൈവം നിശ്ചയിക്കുന്ന ദൈവിക ജീവന്റെ അനുഭവങ്ങൾ, പുണ്യങ്ങളുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഈ ബൈബിളിലെ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കണം. ഗലാത്യ ലേഖനം 5:22. നിങ്ങൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റുമേലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പ്രത്യേകമായിട്ട് പരസ്യം ഇങ്ങനെ അവർ അഡ്വർടൈസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടോ, നിങ്ങൾക്ക് ആകുലതയുണ്ടോ, അസ്വസ്ഥതയുണ്ടോ, മെഡിറ്റേഷൻ അഭ്യസിക്കുക, ഈ പ്രത്യേകമായ മാർഗങ്ങൾ അഭ്യസിക്കുക. നിങ്ങൾക്ക് ഉത്കണ്ഠ എന്നൊക്കെ വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാറുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സംഗതികൾ നമ്മുടെ മനസ്സിനിങ്ങനെ ജ്വലിപ്പിച്ച് ചെയ്യുന്നൊരു ഏർപ്പാടാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം ഒരു കാര്യം ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ് ഈ ദൈവിക ജീവൻ? എന്താണ് ഈ ദൈവിക നന്മ? അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അതാണ് ഗലാത്യ 5:22 നമ്മൾ വായിക്കുന്നത്. അത് സമാധാനമുണ്ട്, സ്നേഹമുണ്ട്, ആനന്ദമുണ്ട്, ദയയുണ്ട്, നന്മയുണ്ട്, ആത്മസംയമനമുണ്ട്. എന്തുമാത്രം കാര്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അവന്റെ ജീവിതത്തിൽ അവന് ഉത്കണ്ഠ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? സമാധാനം ഇല്ലാത്തത് കൊണ്ട്. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വീട്ടിലുണ്ടായിരിക്കണം. എത്ര സ്ക്വയർ ഫീറ്റിന്റെ 2 നില മാളികയായിരുന്നാലും ഭവനത്തിലില്ലെങ്കിൽ ആ വീട് കൂട് തന്നെയാണ്. തന്നെയാണെന്ന് ഓർക്കുക. ചേർന്ന് പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറെ കാലങ്ങൾക്ക് മുമ്പാണ്, കുറച്ചധികം വർഷമായി, എന്നോട് എൻ്റെ ഗുരുവായിട്ടുള്ള അച്ഛൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകാൻ പറഞ്ഞു. ഒരു വലിയൊരു വീടാണ്, വലിയ ധനാഢ്യനായൊരു മനുഷ്യൻ. അപ്പം അയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഉറക്കം കിട്ടണില്ല. വലിയൊരു ബിസിനസ് ടൈക്കൂൺ എന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉറക്കം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. വലിയൊരു അസ്വസ്ഥത. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വീട്ടിൽ ചെന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു വീട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രമാത്രം ഒരു പൊന്നാപുരം കോട്ട പോലത്തെ വലിയൊരു വീട്. നമ്മൾ ഈ കാറുമായിട്ട് ചെന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഗേറ്റൊക്കെ തുറന്നു. കൂർക്കന്മാരുണ്ട്. വീടിൻ്റെ അകത്തേക്ക് ചെന്നു. അച്ഛനായതുകൊണ്ട് സ്നേഹപൂർവ്വം അവരെന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ സ്വീകരണ മുറിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ 2-3 ഘട്ടം കടന്നാലേ എത്തുകയുള്ളൂ. വലിയൊരു മുറിയായിട്ട് അവിടെ എത്തിയിട്ട് ഒരു സ്ഥലം കാണിച്ചു തന്നു, ചൂണ്ടിക്കാണിച്ചു തന്നു. സ്നേഹത്തോടെ ഭാര്യയും ഭർത്താവും കൂടെ. ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സോഫയാണ്. ആ സോഫയിലിരുന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് 2-3 ദിവസം ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ സോഫയിൽ ഇരുന്നപ്പോൾ തന്നെ താഴേക്ക് അങ്ങോട്ട് ഊർന്നുപോയി. കുഴിയിലിരിക്കുന്നത് പോലെയാണ്. ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഇരുന്നിട്ടില്ല. ഈ ഭാര്യയും ഭർത്താവും കൂടെ അച്ഛൻ വന്നതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ അകത്തേക്കൊക്കെ ഓടിപ്പോയി. ഒരു 5 മിനിറ്റ് ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ പോയിട്ട് വന്നു. ഞാൻ അവിടെ ഇരുന്ന് ഒരു 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. കാരണം ഇത്രയും സോഫ്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു സോഫയിൽ ഇരുന്നിട്ടില്ല. ഈ ഫർണിച്ചർ ഷോപ്പിലൊക്കെ ആശ്രമത്തിലേക്കുള്ള കാര്യങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെയുള്ള സോഫ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അവിടെ പോയി ഇരുന്ന് നോക്കും. പക്ഷേ അതേ ഒരു സ്മൂത്ത്നെസ് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ വന്നു. ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും സീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇവിടെ ഇരുന്ന ഇവർ പറയണത് ഞാൻ എന്തായാലും കേൾക്കുകയല്ല, ഉറപ്പായിട്ടും ഞാൻ കേൾക്കില്ല എന്നുള്ള ഉറപ്പാണ്. വേറെ ഏതെങ്കിലും സീറ്റിൽ പോയിരുന്ന കൊള്ളാം. അങ്ങനെ വേറൊരു സ്ഥലത്ത് കൊണ്ടൊരു കസേരയിരുന്നവർ സംസാരിച്ചു തുടങ്ങി. ആ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എത്രയേറെ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റണില്ല. ഞാൻ ആ സോഫയിലേക്ക് നോക്കി, എന്ത് സുഖമായിരുന്നു. ഇത് എടുത്ത് ആശ്രമത്തിൽ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് കയറി കിടന്ന് ഉറങ്ങാമായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഈ മനുഷ്യന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല.
ഒന്ന് ആലോചിച്ച പ്രിയപ്പെട്ടവരെ, അയാൾ ഓരോരോ സാധനങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് തോക്ക് കാണുന്നത് ആ മനുഷ്യൻ്റെ അടുക്കലാണ്. ലൈസൻസ്ഡ് തോക്ക് കയ്യിൽ. നിങ്ങൾ റോട്ട് വീലർ എന്ന് പറഞ്ഞ പട്ടിനെ കണ്ടിട്ടുണ്ടാവും, 4 ആ വീട്ടിലുള്ളത്. എങ്ങാനും പുറത്തിറങ്ങി ഏതെങ്കിലും അതിൻ്റെ മുമ്പിൽ പെട്ടുപോയുള്ള സ്ഥിതിവിശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പടമായിട്ട് ഒട്ടിച്ചു വെക്കാൻ പറ്റും. അതേപോലത്തെ ഭീകരന്മാരായിട്ടുള്ള 4 പട്ടികൾ. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഈ മനുഷ്യന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ മനുഷ്യന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു, എന്നിട്ട് പോന്നു. അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വന്ന് തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുന്ന അവസരത്തിൽ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ മനോഹരമായൊരു കാഴ്ച കണ്ടു. പണ്ടത്തെ തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്. ഇങ്ങനെ ഈ ദുർഗന്ധം വമിക്കുന്ന സ്ഥലം, ഈ മൂത്രത്തിൻ്റെയൊക്കെ രൂക്ഷഗന്ധം, നമുക്ക് നിൽക്കാൻ പറ്റുകയല്ല. ബസ് കിട്ടാത്തതുകൊണ്ട് ബസ് കാത്തു നിൽക്കുകയാണ്. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ, ഭിക്ഷക്കാരനായ ഒരു മനുഷ്യൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുക, ഉടുമുണ്ട് തലയിലേക്ക് വലിച്ചിട്ടിട്ട്. കൊതുകൊക്കെ വന്ന് കടിക്കുന്നുണ്ട്. ഇയാൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ തന്നെ അവിടെ ഇരുന്ന് കൊതുകിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ അനങ്ങണില്ല സ്വസ്ഥമായിട്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ലേശം കൗതുകം കൂടുതലായതുകൊണ്ട് ആ ചേട്ടനെ തട്ടി വിളിച്ച് എണീപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും? അയാൾ ഇങ്ങനെ കണ്ണൊഴിച്ച് നോക്കി, ഇവനെന്താ വല്ല പ്രാന്തുണ്ടോ എന്ന്. കാരണം കിടന്നുറങ്ങുന്നവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. വീണ്ടും ആ മനുഷ്യൻ കിടന്നുറങ്ങുന്നു. ഇടയ്ക്ക് പോലീസുകാർ ഒന്ന് കുത്തി എഴുന്നേൽപ്പിച്ച് വിട്ടു. അയാൾ തിരിച്ച് വീണ്ടും വന്ന് അതേ സ്ഥലത്ത് വന്ന് കിടക്കുന്നു. ആ സ്ഥലത്ത് ഒരു 10 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം. വീണ്ടും അയാൾ കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും ഞാൻ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഇതെങ്ങനെ ഉറങ്ങാൻ പറ്റണമെന്നത്? അതിന് അയാൾ പറഞ്ഞ മറുപടി എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? ഒന്നുമില്ലാത്തവന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. എല്ലാം ഉള്ളവന് ഒന്നുമില്ലാത്തവൻ്റെ അവസ്ഥാവിശേഷം കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഭവനങ്ങൾ ഏറ്റവും പ്രത്യേകമായിട്ട് ഓർക്കുക, കല്ലും മണ്ണും കൊണ്ട് പണിതിട്ടുള്ള മുറികളല്ല, കെട്ടിടങ്ങളല്ല. അത് മനോഭാവങ്ങൾ കൊണ്ട് പണിതുയർത്തേണ്ട ഒന്ന് തന്നെയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വീടിനേക്കാളും സ്റ്റാൻഡേർഡ് കുറഞ്ഞ, നിലവാരം കുറഞ്ഞൊരു വീടല്ലേ നസ്രത്തിലെ വീട്. ആ വീടിനെ നമ്മൾ എന്താ പേര് വിളിക്കുന്നത്? ആ ഭവനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഹോളി ഫാമിലി എന്നാണ്, തിരുക്കുടുംബം എന്നാണ്. എന്താ വീടിനെ വ്യത്യാസമാക്കി തീർത്തത്? വീടിനെ വ്യത്യാസപ്പെടുത്തി തീർത്തത് ആ ഭവനത്തിലുള്ള വ്യക്തികളുടെ മനോഭാവമാണ്. ഭവനത്തിന്റെ ഗൃഹനാഥൻ വിശുദ്ധ ഔസേപ്പിതാവ്, അവന്റെ പ്രത്യേകത എന്താണ്? അവൻ നീതിമാനായിരുന്നു എന്നാ പറയുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ് ദൈവിക നീതിയുടെ പ്രത്യേകത? എന്താണ് ദൈവിക നീതിയുടെ പ്രത്യേകത? നിങ്ങൾ റോമാലേഖനം 13-ാം അധ്യായം 8-ാം തിരുവചനം വായിക്കണം. റോമ 13:8. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ദൈവിക നീതി. അവകാശപ്പെട്ടത് അപരന് കൊടുക്കുന്ന മനോഭാവമാണ് നീതി എന്ന് പറയുന്നത്. ബഹുമാനം വേണ്ടവന് ബഹുമാനം, ആദരവ് വേണ്ടവന് ആദരവ്, അത് കൊടുക്കാൻ സാധിക്കണം. സഹായം വേണ്ടവന് സഹായം, അത് കൊടുക്കാൻ സാധിച്ചിരുന്ന ഒരു അപ്പനായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. എന്താണോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടത് അത് കൊടുക്കാൻ ആ വീട്ടിൽ സാധിച്ചിരുന്നു, ഉറപ്പായിട്ടും സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അപ്പനെ നീതിമാൻ എന്ന് വിളിക്കാൻ ഇടവന്നത്. ആ വീട്ടിലെ അമ്മയുടെ പേരെന്താണ്? മറിയം. അവളുടെ പ്രത്യേകത എന്താ? ലൂക്കാ സുവിശേഷം 1:27 നമ്മൾ വായിക്കുന്നുണ്ട്. മാലാഖ വന്ന് അവൾ അഭിസംബോധന ചെയ്യുന്നു, കൃപ നിറഞ്ഞവളേ എന്നാണ്. എന്താണ് കൃപ നിറഞ്ഞവളുടെ പ്രത്യേകത? കൃപ, അനുഗ്രഹം എന്ന് പറഞ്ഞാലുള്ള അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്, എവിടെയെല്ലാം കുറവുണ്ടോ അത് നിറവാക്കുന്നതാണ് ഈ കൃപ എന്ന് പറയുന്നത്, അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, അപ്പം നീതിയുള്ള അപ്പനും കൃപയുള്ള അമ്മയും, ഇവർ രണ്ടുപേരും ആ വീട്ടിലുണ്ടായപ്പോ ആ വീട്ടിലെ പുത്രന് വചനം കൊടുക്കുന്ന വിശേഷണം എന്താണെന്നറിയാവോ? അവൻ പരിശുദ്ധൻ ആയിരുന്നു, വിശുദ്ധനായിരുന്നു എന്ന്. ചേർന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ രോഗാവസ്ഥ വന്ന സമയത്ത് ശാസ്ത്രലോകത്തിന് ഒരുപാട് കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വെറുതെ ഈ മഴയൊക്കെ മാറിക്കഴിയുമ്പോൾ, നാളെ മഴയൊക്കെ മാറിക്കഴിയുമ്പോൾ ഒന്ന് ആകാശത്തേക്ക്, ബഹിരാകാശത്തേക്ക് വെറുതെ ഇങ്ങനെ നോക്കുക, വെറുതെ ഇങ്ങനെ നോക്കുക. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. എന്താണെന്നറിയാവോ? നമ്മുടെ ഈ തലക്ക് മീതെ കുറഞ്ഞതൊരു 500 മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളെങ്കിലും ചുറ്റിക്കറങ്ങി കിടപ്പുണ്ടാവും. 500 ഉപഗ്രഹങ്ങളെങ്കിലും. അമേരിക്കക്കാരുടെ ഉപഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത പറയണത് എന്താണെന്നറിയാവോ?
30 അടി ഘനമുള്ള ഈ കോൺക്രീറ്റിനെ തുളച്ചു കയറാൻ, അതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് തുളച്ചു കയറി അകത്തുള്ള വ്യക്തികളുടെ മിഴിവുറ്റ ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്ന ലേസർ രശ്മികളുള്ള ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള ബഹിരാകാശങ്ങളാണ് തലക്ക് മീതെ പോണത്. എന്നിട്ട് ഒരു നാനോ സെന്റിമീറ്ററിന്റെ അത്രയും വലിപ്പമില്ലാത്ത ഈ രോഗാണുവിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അത്രയും വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യൻ നടത്തി. ഈ രോഗാവസ്ഥ വന്നപ്പോൾ ഈ WHO എന്ന് പറയുന്ന പൊതു കൂട്ടായ്മ അവർ പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ രോഗത്തിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി നിർദ്ദേശിച്ച കാര്യം നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. സ്റ്റേ ഹോം അല്ലേ? ഭവനങ്ങളിലേക്ക് പിന്മാറാനാ പറഞ്ഞത്. സ്റ്റേ ഹോം, ഭവനങ്ങളിലേക്ക് പിന്മാറാനാ പറഞ്ഞത്. അവിടെയാണ് സുരക്ഷിതത്വം ഉള്ളത് എന്ന്. അപ്പൊ നമ്മുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടണം, പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇടയാകണം പ്രിയപ്പെട്ടവരെ. മറ്റേത് മേഖലയെക്കാളും നമ്മുടെ വീടുകൾ അനുഗ്രഹിക്കപ്പെടണം. എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത്? അപ്പനും അമ്മയും മക്കളും എന്നുള്ള രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയാനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് സാധിക്കണം. ചേർന്ന് പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏത് ഉത്തരവാദിത്തമാണോ ഏറ്റെടുത്തിട്ടുള്ളത് ആ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായിട്ട് നിറവേറ്റാനായിട്ട് സാധിക്കണം. ഞാനിപ്പോൾ അച്ഛനായിട്ട് 18 കൊല്ലമായി. എൻ്റെ പട്ടക്കുർബാനയുടെ ദിവസം ഒരിക്കലും ഞാൻ മറക്കുകയില്ല. എൻ്റെ വീട് ചിറ്റൂരാണ്. മറക്കാൻ ഇടയാത്തതിൻ്റെ കാരണം, ഞാൻ ആദ്യമായിട്ട് അൾത്താരപാലനായിട്ട് ശുശ്രൂഷ ചെയ്ത പള്ളിയിൽ വീണ്ടും ഇങ്ങനെ അച്ഛനായിട്ട് ചെന്ന് ബലിയർപ്പിച്ചതിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല, അന്ന് എനിക്ക് കിട്ടിയ പ്രത്യേകമായിട്ടുള്ളൊരു അഭിനന്ദനമാണ്. എനിക്ക് പരിചയമുള്ളൊരു ചേച്ചി അന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്. എൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, അഭിനന്ദിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: മോനെ, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായൊരു ദിവസമാണ്. സുന്ദരമായ ദിവസമാണല്ലോ സ്വാഭാവികം. എന്നിട്ട് പറഞ്ഞു, എന്തായാലും നിനക്ക് സന്തോഷിക്കാം, മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ സന്തോഷിക്കാം. എന്നിട്ട് ചേച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായില്ല. ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളെപ്പോലുള്ളവരുടെ ഗതികേട് നിനക്ക് വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേച്ചി ആദ്യത്തെ പാരഗ്രാഫ് മനസ്സിലായി, രണ്ടാമത് എന്താണോ ഉദ്ദേശിച്ചത്? ഇപ്പം ദൂരെ നിന്ന് വരുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, മോനെ നീ ഇന്ന് മുതൽ ഒറ്റത്തടിയാണ്, ഇടവും വല്ലതൊന്നും നോക്കണ്ട, സ്വസ്ഥമായി സ്വതന്ത്രമായിട്ട് ജീവിക്കുക. നീ അതുപോലത്തെ കുരിശും ചുമന്ന് നടക്കേണ്ട ഗതികേട് നിനക്ക് വന്നില്ലല്ലോ. ഞാനങ്ങ് ചിന്തിക്കുകയായിരുന്നു, കുടുംബജീവിതം ഇങ്ങനത്തെ ഗതികെട്ട ജീവിതമാണ്. കുടുംബജീവിതം ഗതികേടാണെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കാണ്ടെന്ന് ഞാൻ നോക്കിയതാണ് കേട്ടോ, ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുക്കിനത്ത് പോകരുത്, പറയുന്നത് കേൾക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങളുടെ കുടുംബജീവിതം ഗതികേടാണെന്ന് വിശ്വസിക്കുന്നവര് കരയുയർത്താൻ പറഞ്ഞാൽ ആരും കരയുയർത്തില്ല, എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒരു പള്ളിയിൽ ഈ കാര്യം പറഞ്ഞിട്ട് കുടുംബജീവിതം നയിക്കുന്നവർ കരയുയർത്താൻ പറഞ്ഞു, എല്ലാവരും കരയുയർത്തി പിടിച്ചിരിക്കുകയാണ്. ഇനി ഗതികേടാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരയുയർത്തിപ്പിടിക്കുക, താഴെയിടാൻ ബാക്കിയുള്ളവർ താഴെയിട്ടോളാൻ പറഞ്ഞ സമയത്ത് എല്ലാവരും താഴെയിട്ടോളും. കാരണം ആരും കയ്യുയർത്തി പിടിച്ചില്ല. ശുശ്രൂഷയും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു 30 ചേട്ടന്മാരും ഒരു 40 ചേച്ചിമാരും പേഴ്സണലായിട്ട് വന്നു പ്രശ്നം പറയാനായിട്ട്. ഞാനൊരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്താ കയ്യുയർത്തി പിടിക്കാത്തത്? എന്നിട്ട് വേണം കയ്യും പൊക്കി പിടിച്ച് ഞാൻ അവിടെ നിന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കെട്ടിയും പൊക്കിയിട്ട് അലക്കാനായിട്ട് അല്ലേ? നമുക്കറിയാം അച്ഛൻ പറഞ്ഞതിനേക്കാളും ഗതികേടാണെന്ന് വിശ്വസിക്കുന്ന അനുഭവത്തിലായിരിക്കുന്നത്. പക്ഷെ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വചനമുണ്ട്. ദൈവപുത്രന് ഭൂമിയിലേക്ക് വരുവാൻ എന്തെല്ലാം സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സാധ്യതയൊന്നും തിരഞ്ഞെടുക്കാതെ ഒരു കുടുംബത്തിന്റെ ഒരു സംരക്ഷണമല്ലേ നേടിയത്. അത് പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, നിന്റെ ഭവനം അടിത്തറയുള്ള ഒരു ഭവനമായിട്ട് തീരണം. ഈ ലോകം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഭവനം അനുഗ്രഹിക്കപ്പെടണം. ഭവനത്തിന്റെ അവസ്ഥാവിശേഷം ഏറ്റവും പ്രത്യേകമായിട്ടുണ്ടാകണം. എങ്ങനെയാണ് നമ്മുടെ കുടുംബം അംഗീകരിക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തെ അംഗീകരിക്കാൻ തയ്യാറാകണം. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി അവൻ എങ്ങനെ ആയിക്കൊള്ളട്ടെ, അവനെ സ്വീകരിക്കാനുള്ള സന്മനസ് ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ജീവിത പങ്കാളി, ആ പെൺകുട്ടി എങ്ങനെ ആയിക്കൊള്ളട്ടെ, അവളെ സ്വീകരിക്കാനായിട്ടുള്ള സന്മനസ്സുണ്ടാകണം.
പരസ്പരം സഹകരണത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഭവനം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കല്യാണത്തിന്റെ ദിവസം, ബാക്കിയുള്ള ഒരു ദിവസവും നിങ്ങൾ അത്ര അടുത്ത് നിൽക്കുകയല്ല. കല്യാണത്തിന്റെ ദിവസം അത് ബുദ്ധിയുള്ള വ്യക്തികളാണ് അത് നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കല്യാണത്തിന്റെ ദിവസം ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അൾത്താരയായിട്ട് ചേർന്ന് നിൽക്കുന്നത്, അല്ലേ? 2 കസേരയിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം എന്താ വചനത്തിൽ പറയണത്? കർത്താവോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും, അല്ലേ? അപ്പം നമ്മൾ അൾത്താരയായിട്ട് ദൈവമായിട്ട് ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് എല്ലാവരെയും സാക്ഷി നിർത്തിയിട്ട് പരസ്പരം കൈകോർത്ത് പിടിച്ച് പ്രതിജ്ഞ എടുപ്പിക്കും എല്ലാവരുടെ മുമ്പിൽ വെച്ച്. എന്താ പ്രതിജ്ഞ എടുക്കണത്? പ്രതിജ്ഞ എടുക്കണതും കൂടി ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. പ്രതിജ്ഞ എടുക്കുന്നിടത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്: ദുഃഖത്തിലും സന്തോഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം ആദരിച്ചും സ്നേഹിച്ചും വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാം. അപ്പൊ ഈ കോർത്ത് പിടിച്ച കരങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സീറോ മലബാർ റീത്തിലാണെങ്കിൽ വിശുദ്ധ ബൈബിളിൽ ഈ ചേർത്ത് വെച്ച കരങ്ങളിലേക്കും വിശുദ്ധ ജലം തളിച്ചിട്ട് വൈദികം പറയും, മത്തായി സുവിശേഷം അതിൻ്റെ 19-6 ഉദ്ധരിച്ചുകൊണ്ട്, ദൈവം യോജിപ്പിച്ച ഈ ബന്ധം മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അങ്ങനെയല്ലേ? അങ്ങനെയാ സംഭവിക്കുന്നത്. എന്താ നമ്മളെടുത്ത പ്രതിജ്ഞ? നമ്മളെടുത്ത പ്രതിജ്ഞയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഏത് കാലത്തും അംഗീകരിച്ചും ഉൾക്കൊണ്ടും ഞങ്ങൾ പരസ്പരം ജീവിച്ചു കൊള്ളാം. ഒരു പരസ്പര സഹകരണത്തിന്റെ ഒരു അനുഭവമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രസികനായ ഒരു പയ്യൻ ഇതിന് കൊടുത്ത വ്യാഖ്യാനമാണ് സഹിക്കാൻ പറ്റാത്തത്. ആ പയ്യനോട് ചോദിച്ചു, മോനെ ഇങ്ങനെ പരസ്പരം കൈകോർത്ത് പിടിക്കണതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി എന്താണെന്നറിയാവോ? അച്ഛൻ ഗുസ്തി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഗുസ്തി കണ്ടിട്ടുണ്ട്. ഗുസ്തിക്ക് മുമ്പ് ഈ ബോക്സിങ്ങിന് മുമ്പ് എന്താ ചെയ്യുന്നത്? ഫോർമാലിറ്റിക്ക് വേണ്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്. അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നത്. ഒരർത്ഥത്തിൽ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാണ്. എടുത്ത പ്രതിജ്ഞയുടെ ഒരു പ്രത്യേകതയൊന്നും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. പ്രത്യേകമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ജീവിത പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ അവൻ്റെയും അവളുടെയും നന്മ മാത്രമല്ല, കുറവുകളും സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. അവൻ്റെയും അവളുടെയും കുറവുകളും സ്വീകരിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ കല്യാണത്തിന് പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ച ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും വൈവാഹിക ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യരുതെന്ന്. അപ്പൊ ആളുകൾ ഇങ്ങനെ കണ്ണൊഴിച്ച് നോക്കും, പിന്നെന്താ ചെയ്യേണ്ടതെന്ന്. അഡ്ജസ്റ്റ് ചെയ്ത ഒരു കുഴപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ. അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 2 പേർക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന സീറ്റിൽ തടിമാടന്മാരായ 2 പേര് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. വയ്യാത്തൊരു വ്യക്തിയെ ബസ്സിലേക്ക് കയറി വരുമ്പോൾ ആളുകൾ സ്നേഹത്തോടെ പറയും, ചേട്ടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ചേട്ടനും കൂടി അവിടെ ഇരുത്തുക. നമ്മൾ ആ മനുഷ്യനെ അഡ്ജസ്റ്റ് ചെയ്ത് തിങ്കി ഞെരുക്കി ഇടയ്ക്കേറ്റി ഇരുത്തും. അടുത്ത കട്ടറ ചാടിക്കഴിയുമ്പോഴെന്ത് ചെയ്യും? ചേട്ടൻ നിലത്ത് കിടക്കും, ഉറപ്പല്ലേ? സീറ്റിൽ നമ്മൾ അവനെ തിക്കി കൂട്ടി ഇരുത്തിയിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഈ പെങ്കൊച്ചിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് അമ്മ ഓതിക്കൊടുക്കുന്ന കാര്യം എന്താണ്? അമ്മ ഓതിക്കൊടുക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, എങ്ങനെയാ പറയുക? നീ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ജീവിക്കണം. അഡ്ജസ്റ്റ് ചെയ്താലുള്ള പ്രശ്നം ഇതാണ്. പക്ഷേ മറ്റൊരു വാക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്. വൈവാഹിക ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് കുടുംബത്തിൽ മുഴുവൻ ഉണ്ടാകണം. അത് അക്കോമഡേറ്റ് എന്നാണ്. എന്താണ് ആ വാക്കിന്റെ പ്രത്യേകത എന്നറിയാം? അർത്ഥം പറയാം. അക്കോമഡേറ്റ് എന്ന് പറയുന്ന ആ വാക്കിന്റെ മലയാള വിവർത്തനം വേണമെങ്കിൽ നമുക്ക് സഹവർത്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം, ആലങ്കാരികമായിട്ട്. സഹവർത്തിത്വത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. 2 പേരിരിക്കുന്ന ഒരു സീറ്റ് ബസ്സിൽ മൂന്നാമതൊരു വ്യക്തി കയറി വരുമ്പോൾ അവൻ പരിചിതനാണ്. നാളുകളായിട്ട് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. നമ്മൾ ആളെ തിരിച്ചറിയുന്നു. ആ സഹോദരൻ പറയുന്നത്, ഞാൻ ഇരിക്കുന്നില്ല, ഈ സീറ്റിൽ സ്ഥലമില്ലല്ലോ, എങ്കിലും നമ്മൾ ആ വ്യക്തിയെ പിടിച്ച് ആ സീറ്റിൽ ഇരുത്തും, ഇല്ലേ? സ്ഥലം ഉണ്ടാക്കിയിരുത്തും. വണ്ടി എത്ര കട്ടറ ചാടിയാലും എത്ര സ്പീഡിൽ പോയാലും ആള് താഴേക്ക് വീഴില്ല. കാരണം എന്താ? അവൻ ഇരുത്തിയിരിക്കുന്ന സീറ്റിൽ മാത്രമല്ല, മറിച്ച് ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും, കുറവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇത് തന്നെയാ പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ജീവിത പങ്കാളിക്ക്
എപ്പോഴും ശ്രദ്ധ കൊടുക്കാൻ സാധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോ ഈ ഏറ്റവും പുതിയ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അതിന് വലിയ വിലയുണ്ടെന്ന് മനസ്സിലായി. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ചെറിയ റീൽസ് ആയിട്ടൊക്കെ അവതരിപ്പിക്കുക. എന്താണെന്നറിയാവോ, ഈ പെങ്കൊച്ച് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കരയും. ഫോട്ടോഗ്രാഫർമാർ ഒപ്പിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ശോകമൂകമായ പാട്ടുകൾ ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ട് കൊടുക്കും. ഇത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് തുടങ്ങിയതാണ്. എന്തിനാ ഈ പെൺപിള്ളേർ കരയണത്? എന്തിനാണ്? എൻ്റെ കൗതുകം കൂടിയിട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാനും കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ബൈബിൾ വായിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു സംഗതി കിടപ്പുണ്ട്. ആ കരച്ചിൽ ഒരു പ്രത്യേകതയുള്ള കരച്ചിലാണ് പ്രിയപ്പെട്ടവർ. മനസ്സിലാക്കേണ്ട കരച്ചിലാണ്, അർത്ഥമുള്ള കരച്ചിലാണ്. വെറുതെയല്ല അവർ മാതാപിതാക്കളെ കരയണത്. അത് തോബിത്തിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുവചനം, തോബിത്ത് 10:12. എന്താണ് ആ വചനത്തിന്റെ പ്രത്യേകത എന്നറിയാവോ? തോബിത്തിന്റെ മകനായ തോബിയാസ് വിദൂരദേശത്തേക്ക് പോയി സാറ എന്ന് പറയുന്ന ആ പെങ്കൊച്ചിനെ ജീവിത സഖിയായിട്ട് സ്വീകരിക്കണം. ആ കഥയൊക്കെ നമുക്കറിയാം. ഈ സാറായി സ്വീകരിച്ചതിന് ശേഷം അവളെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സാറായുടെ അമ്മ യത്തന തൻ്റെ മകളെ പിടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊരു മറുപടി പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് അവൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാനിതാ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, അവളെ നീ ദുഃഖിപ്പിക്കരുത്. ഇതാണ് വചനം. ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, അവളെ നീ ദുഃഖിപ്പിക്കരുത്. ഈ ദേവാലയത്തിൽ കൗതാശികമായൊരു ചടങ്ങുണ്ട്. അതുപോലെ തന്നെ ചങ്ക് തകരുന്ന മറ്റൊരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. കരം പിടിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ ദുഃഖം പങ്കുവെക്കുകയാണ്. നുള്ളിപ്പെറുക്കി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ മകളെ പറഞ്ഞയക്കുന്നത്. അപ്പൊ ഈ ജീവിത പങ്കാളിയോട്, മകളുടെ ഭർത്താവിനോട് മാതാപിതാക്കള് ഹൃദയം നുറുങ്ങിക്കൊണ്ട് പറയുന്നൊരു കാര്യം ഇതാണ്: ഇത്രയും നാള് ഈ പെങ്കൊച്ച് എല്ലാ കാര്യത്തിനും ആശ്രയിച്ചിരുന്നത് ഞങ്ങളെയാണ്. മകനെ നിന്നെ ഭരമേൽപ്പിച്ചയക്കുകയാണ്. അവളുടെ കണ്ണില് കണ്ണുനീര് വീഴാൻ നീ കാരണമാകരുത്. അവളുടെ കണ്ണില് കണ്ണുനീര് വീഴാൻ നീ കാരണമാകരുത്. അവളെ നീ ശ്രദ്ധിക്കണം, അവളെ നീ ഉൾക്കൊള്ളണം, അവളെ എപ്പോഴും പരിപാലിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നേരത്തെ നമ്മളൊരു വചനം എഴുതി മനസ്സിലാക്കി. യൗസേപ്പിന്റെ പ്രത്യേകത എന്താ? ഇതുപോലെ കണ്ണുനീര് വീഴിക്കാതെ ജീവിത പങ്കാളിയെ ചങ്കോട് ചേർത്ത വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട അപ്പന്മാരെ, ഒരു കാര്യം ഓർക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ജീവിത പങ്കാളി, നിങ്ങളുടെ ഭാര്യയെ സ്വീകരിച്ചിട്ടുള്ളത്? വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം. എപ്രകാരമായിരിക്കണം നമ്മൾ നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അവളെ സ്നേഹിച്ചില്ല എങ്കിൽ, അവളെ പരിഗണിച്ചില്ല എങ്കിൽ നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവസന്നിധി പറയാൻ പറ്റില്ലെന്നാണ് പറയണത്. ഈ ബൈബിളിൽ, ഈ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും താക്കീതുള്ള ഒരു വചനം കിടപ്പുണ്ട്. അത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏറ്റവും ശക്തവും ഏറ്റവും താക്കീത് നിറഞ്ഞൊരു വചനം. അത് ഹെബ്രായ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 8-ാം തിരുവചനമാണ്. ഹെബ്രായർ 5:8. എന്താണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കണേന്നറിയാവോ? ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെ, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ അവൻ ദൈവസന്നിധിയിൽ വിശ്വാസം ത്യജിച്ചവനേക്കാളും അവിശ്വാസിയെക്കാളും ഹീനനായി ഗണിക്കപ്പെടും. ഞാൻ വചനം ആവർത്തിക്കാം. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെ, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിധി ദിവസം കർത്താവിന്റെ മുമ്പിലേക്ക് നീ കടന്നു വരുമ്പോൾ ഒരു നിരീശ്വരവാദിയെക്കാളും അവിശ്വാസിയെക്കാളും ഹീനനായി ഗണിക്കപ്പെടും. അപ്പൊ ഒന്നാമത്തെ ഉത്തരവാദിത്വം കുടുംബത്തിന്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കണം. പിതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന പ്രത്യേകമായ ചുമതലയാണ്, മറന്നു പോകരുത്.
ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയർത്തി പറയാവോ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. 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 എൻ്റെ പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? വളർത്തുന്നവൻ എന്നാണ്. കുടുംബത്തെ വളർത്തുന്ന വ്യക്തിയാണ്. യൗസേപ്പ് പിതാവിന്റെ വർഷമല്ലേ? പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ അടുത്ത കാലത്ത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ഒരു പുസ്തകം വായിക്കാനിട വന്നു. അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ്. യൂറോപ്പിലെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നതിന്റെ കാരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. ഇതുപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി ലോകത്തുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച്, അവർ ഫാദർ എന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ഒന്നാണ് അത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം, യൂറോപ്പിൽ പിതാവ്, അപ്പൻ എന്ന് പറയുന്ന പ്രതീകത്തെ കൗശലപൂർവ്വം എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ അപ്പൻ എന്ന് പറയുന്ന ഒരു പ്രതീകം അവിടെ ഇല്ല. ചില രാജ്യങ്ങളെ സന്ദർശിച്ചപ്പോ കൗതുകത്തിന്റെ പേരിൽ അന്വേഷിച്ചപ്പോൾ സംഗതി ശരിയാണ്. അപ്പൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു സങ്കീർണത അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, വലിയൊരു സങ്കീർണത. എന്നിട്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നൊരു കാര്യം ഇതാണ്: കുടുംബത്തെ നയിക്കാൻ, ശക്തിപ്പെടുത്താൻ, ബലപ്പെടുത്താൻ സാധിക്കുന്ന അനുഭവമുള്ള വ്യക്തികൾ ഉണ്ടാകണം. അപ്പന്മാരില്ലാത്തതിന്റെ പ്രശ്നമാണ് യൂറോപ്പിലെ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ പ്രതീകങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഭവനം രക്ഷപ്പെടുകയുള്ളൂ. പേരിനൊരപ്പനുണ്ടായ പോരാ, ആശ്രയിച്ച് ബഹുമാനിച്ച് ആദരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അപ്പന്മാര് മനസ്സിലാക്കണം, തങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. വളർത്താനും തിരുത്താനും ഒക്കെ ഉള്ള വലിയൊരു ഉത്തരവാദിത്വം, അത് സ്വീകരിക്കണം. എഫേസ്യ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവചനം എന്താ പറയണേന്നറിയാവോ? ഭവനത്തിന്റെ നാഥനാണവൻ, തലവനാണവൻ. അവനാണ് ഭവനത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനെ മറന്നു പോകരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കാം, ഇതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ സങ്കീർണത നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ സങ്കീർണത. കുടുംബത്തിൻ്റെ നാഥൻ അപ്പനാണെങ്കിൽ കുടുംബത്തിൻ്റെ വിളക്കാണ് സ്ത്രീ എന്നുള്ളത് ഓർക്കുക. നന്മയിലേക്കും തിന്മയിലേക്കും ഭവനത്തിലുള്ളവരെ നയിക്കാൻ സാധിക്കുന്ന അനുഭവമുള്ള വ്യക്തി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 കുറെ നാളുകൾക്ക് മുമ്പാണ് ഈ ദമ്പതിമാരുടെ ഒരു ക്ലാസ്സിൽ പോയപ്പോൾ, ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുന്നതിന് മുമ്പ് ഒരു പയ്യൻ എനിക്കൊരു പേപ്പറിൽ കുറച്ച് കവിതാശകലം എഴുതി. നിങ്ങൾ കുറച്ചു കാലം മുമ്പ് മരിച്ചുപോയ എസ് രമേശൻ നായർ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം സിനിമാ പാട്ടൊക്കെ എഴുതുന്ന നല്ലൊരു കവിയായിരുന്നു. നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമാ പാട്ട് ഇങ്ങനെയായിരുന്നു എൻ്റെ ആശയം. സിനിമയും പാട്ടും അതൊക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നവളാണ് ഭാര്യ. അങ്ങനെ ഒരുപാട് വിശേഷണം. ഈ പാട്ട് കേട്ടാൽ നമുക്ക് തന്നെ ഒന്ന് കെട്ടിപ്പോയേക്കാന്ന് തോന്നിപ്പോവും. അതുപോലത്തെ ഒരു പാട്ട്. ഈ പാട്ട് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, അച്ഛന് ഉപകാരപ്പെടും. അപ്പം ഞാൻ ഓരോ വരികളും വായിച്ചിട്ട് അതിൻ്റെ അന്ത്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ഭാര്യയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മറുപുറം നോക്കുക. മറുപുറം നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയാവോ? പൂമുഖവാതിക്കൽ പുച്ഛിച്ചു നിൽക്കുന്ന പൂതനയാണ് എൻ്റെ ഭാര്യ എന്ന്. എന്തായിരിക്കും അല്ലേ? പൂമുഖവാതിക്കൽ പുച്ഛിച്ചു നിൽക്കുന്ന പൂതനയാണ് എൻ്റെ ഭാര്യ. നല്ല മനോഹരമായ വിശേഷണം. ഒന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൻ്റെ ആ നന്മയെ തകർത്തെറിയാൻ സ്ത്രീ എന്നുള്ള രീതിയിൽ സാധിക്കും. അതിനെ ബലപ്പെടുത്തണം, ഭവനത്തെ ബലപ്പെടുത്തണം. ഈ അപ്പനും അമ്മയും ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ ഭവനത്തിൻ്റെ, നേരത്തെ നമ്മുടെ വചനത്തിൽ വായിച്ചതുപോലെ, വചനത്തിൽ അടിസ്ഥാനമിട്ട് പണിതുയർത്ത
വീടായിട്ട് തീരാനായിട്ട് സാധിക്കും. ചേർന്നത് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ പാരന്റിങ് എന്ന് പറയുന്ന പരിപാടിയാണ് അല്ലേ. മക്കളെ എങ്ങനെ വളർത്തും എന്നുള്ളതാണ് പ്രശ്നം. വ്യക്തിപരമായിട്ട് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്ന അപ്പന്മാരുടെയും അമ്മമാരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം പിള്ളേര് തന്നെയാണ്. പിള്ളേര് പ്രശ്നക്കാരെന്നുള്ളതല്ല, പിള്ളേരെ എങ്ങനെ വളർത്തും എന്നുള്ള കാര്യത്തിൽ അവർക്കുള്ള പ്രത്യേകമായ ഉത്കണ്ഠയാണ്, നല്ല ഉത്കണ്ഠയാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം ഇക്കാര്യത്തിൽ വ്യക്തമായിട്ട് ചില കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നമ്മുടെ ക്രൈസ്തവ ഭവനങ്ങൾ ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എഴുന്നേറ്റ് എന്നിട്ട് എന്നെ വെല്ലുവിളിച്ചു. എനിക്കൊരക്ഷരം മിണ്ടാൻ പറ്റിയില്ല. അയാൾ പറഞ്ഞ 100% ശരിയായിരുന്നു. അച്ഛൻ ഈ കൂട്ടുകുടുംബത്തെ കുറിച്ചൊക്കെ കുറെ പറയുന്നുണ്ടല്ലോ. അച്ഛൻ ഞങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഈ മാതൃക കുടുംബം എന്ന് പറയണ തിരുക്കുടുംബം ഒരു അണുകുടുംബം അല്ലേ? ശരിയല്ലേ? അപ്പനും അമ്മയും ഒരു കൊച്ചും വല്ലതും പറയാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ടവർ? എന്നിട്ട് അയാൾ പറഞ്ഞൊരു കാര്യമാണ്, ഇനി അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഞാൻ എണ്ണത്തെക്കുറിച്ചല്ല പറയണത്. എണ്ണത്തിൽ കുറവാണെങ്കിലും മക്കളെ എങ്ങനെ വളർത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. മക്കളെ എങ്ങനെ വളർത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്താണെന്നറിയാവോ? നമ്മുടെ പിള്ളേർ ഈ അണുകുടുംബത്തിലേക്ക് ഇങ്ങനെ കാല് മാറുമ്പോൾ, ആ ഒരു വ്യവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളുടെ ഒരു മനോനില എന്ന് പറയുന്നത് ഒരു തടവറ പോലെ, ജയില് പോലെ കിടക്കുകയാണ്. ജയില് പോലെ കിടക്കുക. അവരുടെ മനോഭാവത്തിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയാവോ? സാമൂഹ്യ ഇടപെടലില്ല. സാമൂഹ്യ ഇടപെടലില്ല. അവരിടപെടുന്ന സാമൂഹ്യ ഇടപെടല് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന കയ്യിലിരിക്കുന്ന മൊബൈലും അതുപോലെയുള്ള ഗാഡ്ഗറ്റ്സുമായിട്ടാണ്. അതൊരു കുറ്റമായിട്ടല്ല. നമുക്ക് വ്യക്തിപരമായിട്ടൊരു സാമൂഹ്യ ഇടപെടൽ വേണം. മനുഷ്യന്റെ ദുഃഖവും മനുഷ്യന്റെ ആകുലതയും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം. ഇതെന്താണ് സങ്കടം, എന്താണ് ദുഃഖം എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. പണ്ട് കാലത്ത് എങ്ങനെയാ? പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇടി കിട്ടി ഇടി കൊടുത്തൊക്കെയല്ലേ നമ്മൾ വളർന്നു വന്നത്. ഒരുപാട് പ്രതിസന്ധിയിലൂടെ വളർന്നു വന്നത്. ഇന്ന് അപ്രകാരമുള്ള അനുഭവങ്ങൾ ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയാവോ? മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ചിന്ത പോലും ഇല്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പരസ്യം, ഏത് കാഡ്ബറീസ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ഒന്നും ചെയ്യാതിരിക്കുന്ന വളരെ നല്ലതാണെന്ന്. അങ്ങനെ ഒരു പരസ്യമില്ലേ? പരസ്യമുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ചാകാൻ പോയ ഒരു അമ്മൂമ്മ രക്ഷപ്പെട്ടു. എത്ര സൂക്ഷ്മമായിട്ടാണ് അവരത് കുത്തിവെക്കുന്നതെന്ന് നോക്കി. എത്ര സൂക്ഷ്മമായിട്ടാണ്. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നന്മയുടെ അനുഭവം പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്നത്തെ ചുറ്റുപാടിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഭവം. മൂന്നാമത്തത് അതിനേക്കാളും വലിയൊരു പ്രതിസന്ധിയാണ് ജീവിത പാഠങ്ങൾ അറിയാതെ വളരുക. നമ്മുടെ പിള്ളേര് ജീവിത പാഠങ്ങൾ അറിയാതെ വളരുകയാണ്. പിള്ളേർക്ക് കരാട്ടെ അറിയാം, കുംഫു അറിയാം, കമ്പ്യൂട്ടർ അറിയാം. ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ള ഒരു അനുഭവം അവർക്കില്ല. അതെവിടെ നിന്നാണ് ലഭിക്കേണ്ടത്? ലഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ആ പരിശീലനം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. സ്വയം പര്യാപ്തതയിൽ അവരെ ജീവിക്കാനായിട്ട് വളർത്തിക്കൊണ്ടുവരിക. ചേർന്നത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 22:6. സുഭാഷിതം 22:6. ശൈശവത്തിലെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ശൈശവത്തിലെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവര് അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. പരിശീലിപ്പിക്കുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. ഭവനത്തിൽ നിന്ന് പാഠപുസ്തകങ്ങളാകണം നമ്മൾ ഓരോരുത്തരും. എന്തുകൊണ്ടാണ് ഇന്നത്തെ പിള്ളേര് പലപ്പോഴും ഇങ്ങനെ വിരുദ്ധമായിട്ട് പ്രതികരിക്കണമെന്നറിയാവോ? കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പയ്യൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവൻ വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ പ്രാർത്ഥനക്കാരെ കുറ്റം പറയുന്നതല്ല കേട്ടോ. എല്ലാ പ്രാർത്ഥനക്കാരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഒരു 100 വ്യക്തികളുണ്ടെങ്കിൽ 99.9 പേരും ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. എങ്കിലും ഭവനങ്ങളിലുള്ള വലിയൊരു വിഷമസന്ധിയാണ് പറഞ്ഞത്. അപ്പം പള്ളിയിൽ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും, കുർബാനയിൽ പങ്കെടുക്കും, ദേവാലയത്തിൽ വരും, മദ്യപിക്കുകയല്ല, പുകവലിക്കുകയല്ല, വേറെ ദുശീലങ്ങളെന്ന് പൊതുവായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ
വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുകയില്ല. അത്രമാത്രം അസ്വസ്ഥതയാണ്, പ്രതിസന്ധി ഉണ്ടാക്കുന്ന അനുഭവമാണ്. വഴക്കിടും, സങ്കീർണതകൾ ഉണ്ടാക്കും. ഈ വഴക്കിടുന്നത് കണ്ടും കേട്ടും ഉറങ്ങി ഉണർന്നൊക്കെ അവൻ വരുന്നത്. അവൻ എൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി മാറി മാറിയും അവൻ നിന്ന് ആകെ അസ്വസ്ഥമായൊരു അനുഭവമാണ്. അസ്വസ്ഥത ഹൃദയത്തെ പിടികൂടിയപ്പോൾ ചില തെറ്റായ ബന്ധങ്ങളിലേക്കും തെറ്റായ ജീവിത രീതികളിലേക്കും പോകാനായിട്ട് ഇടയായി. ഇത് ഭയാനകമായ തകർച്ചയാ പയ്യനിലുണ്ടാക്കിയത്. അവൻ്റെ ഉള്ളിൽ വലിയൊരു പ്രതിസന്ധി, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അപ്പന്മാരും അമ്മമാരും എന്നുള്ള രീതിയിലുള്ള ഏറ്റവും വലിയ പരിശീലനം എന്താണെന്നറിയാവൂ? കുട്ടികൾക്ക് സ്വസ്ഥമായി സമാധാനമായി ഭവനത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി ചേർക്കുക. വലുതേറത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിർബന്ധമായിട്ടും അതിനുള്ള സാഹചര്യം ഒരുക്കണം. അവരുടെ ഭൗതിക മേഖലയിൽ എല്ലാ കാര്യങ്ങളും വെറുതെ കൊടുത്താൽ പോരാ, മറിച്ച് അതിനുള്ള സാഹചര്യം പ്രത്യേകമായിട്ട് ഒരുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സവിശേഷമായ ശ്രമം ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഭവനങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാ പിള്ളേര് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇടവരുന്നത്. മറ്റൊരു മേഖല എങ്ങനെയാണ് നമുക്കിതിലേക്ക് സാധിക്കുക? ഇവിടെയാണ് ദൈവീക സാന്നിധ്യത്തിന്റെ ആത്മീയതയുടെ പ്രാധാന്യം കടന്നു വരുന്നത്. ബൈബിളില് ജോഷുവയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. ജോഷുവ 4:20 മുതൽ 24 വരെയുള്ള തിരുവചനം. ഒരു സംഭവമാണ് പറയണത്. പക്ഷേങ്കിൽ അവിടെ ഒരു കാര്യം കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? അവര് ഈ ജോഷുവയുടെ നേതൃത്വത്തിൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത്, മോശ ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊരു അത്ഭുതം ഉണ്ടായി. ചെങ്കടൽ രണ്ടായിട്ട് പകുത്ത് മാറുന്നൊരു അനുഭവം. അപ്പൊ ആളുകൾ അത്ഭുതപ്പെട്ടു. ജോഷുവയുടെ ജീവിതത്തിൽ അതുപോലൊരു അനുഭവം ഉണ്ടായി. ജോർദാന്റെ മുമ്പിൽ വന്നപ്പോൾ ഇതേ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. ഉടൻ തന്നെ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് വരണ്ട നിലം ഉണ്ടാകുകയാണ്. ചെങ്കടലിൽ എന്ത് സംഭവിച്ചോ അതുപോലൊരു അനുഭവം ജോർദാനിൽ ഉണ്ടാകുകയാണ്. അവർ അത്ഭുതകരമായിട്ട് ആ നദി കടക്കുന്നു. നദി കടന്നു കഴിയുമ്പോൾ എന്താ ചെയ്യണമെന്നറിയാവോ? ജോർദാനിൽ നിന്ന് ഈ ജോഷുവ 12 കല്ലെടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സ്ഥാപിക്കും. സ്ഥാപിച്ച് കഴിയുമ്പോൾ ഈ ജനം ചോദിക്കും, ഇതെന്താ ഇവിടെ സ്ഥാപിച്ചേക്കണത്, എന്തിനാ സ്ഥാപിച്ചേക്കുന്നത് ചോദിക്കുന്ന സമയത്ത് ജോഷുവ അവരോട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ചെങ്കടലിൽ നമ്മളെ രക്ഷിച്ച ദൈവം ജോർദാനിലും സമാനമായി പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടെയും രക്ഷിച്ചു. അതുകൊണ്ട് ദൈവമായ കർത്താവിനെ നിങ്ങൾ ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം. ഈ ദൈവമാണ് നിങ്ങൾക്ക് സകല വിജയവും നൽകുന്നത്. ഈ ദൈവമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലും രക്ഷയില്ല എന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ള ശക്തിയൊന്നുമല്ല, ദൈവമാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് അവരുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൗതികമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ആത്മീയമായി അവരുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ് വളർന്നു വരണത്? ദൈവചിന്ത എപ്രകാരമാണ്? എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇത് ഞാൻ ആദ്യ ദിവസം സൂചിപ്പിച്ചു, ഭയാനകമായൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന്. ഒരു 35 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ പള്ളിയിൽ വരാനായിട്ട് അത്ര ഒരു മടിയോ ക്ഷീണമോ അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷേ അതിന് കീഴെയുള്ള കുട്ടികൾക്ക് ദേവാലയത്തിൽ വരാൻ, കൂദാശകളിൽ പങ്കുചേരാൻ ഒക്കെയുള്ള ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. വിശ്വാസ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. ഒരു സങ്കീർണത ഉടലെടുത്തിട്ടുണ്ട്. സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അതുകൊണ്ട് എൻ്റെ ആത്മീയത നിറഞ്ഞു പോയിക്കൊള്ളും എന്നുള്ള
ഒരു തെറ്റിദ്ധാരണ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് വലിയ പ്രതിസന്ധിയിലേക്ക് ചെന്നെത്തിക്കും. ഓർക്ക് നിർബന്ധമല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് സ്നേഹത്തോടുകൂടെ അവരെ ഓർമ്മപ്പെടുത്തി പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഘോരാഘോരം വചനം പ്രഘോഷിക്കുന്നുണ്ട്. ഞാനൊരു പുരോഹിതനായിട്ട് ഇവിടെ നിൽക്കുന്നെങ്കിൽ 100% ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിക്ക് അത് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്നേഹമുള്ള അമ്മയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ എന്നെ കുത്തിയിരുത്തി നീ അച്ഛനാകട എന്ന് പറഞ്ഞ് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ഒറ്റയ്ക്കാണ് എൻ്റെ അമ്മ താമസിക്കുന്നത്. അപ്പച്ചൻ മരിച്ചു പോയതുകൊണ്ട് ഇന്നൊരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് എറണാകുളത്താണ് എൻ്റെ അമ്മ താമസിക്കുന്നത്. നിർബന്ധമായിട്ടും കുട്ടിക്കാലം മുതൽ എന്നെ പഠിപ്പിച്ചു തന്നിരുന്നൊരു കാര്യമുണ്ട്. ഒരുപാട് തിയോളജി പഠിച്ച് ഒരുപാട് ധ്യാന പ്രസംഗങ്ങൾ നടത്തി അല്ലെങ്കിൽ ഒരുപാട് വായിച്ചിട്ട് എനിക്ക് കിട്ടിയ അറിവിനേക്കാൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിന് ബലമായി നിന്നിട്ടുള്ള ചില അറിവുകളുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്, ചില ഉറപ്പുകളുണ്ട്. ജീവിതത്തിൽ തീരുമാനമെടുക്കാനായിട്ട് ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഇതാണ് എൻ്റെ വിളി എന്ന് മനസ്സിലാക്കി അമ്മയുടെ അടുക്കലേക്ക് ചെന്ന് പറയാനായിട്ട് ഒരു ലജ്ജയും തോന്നിയില്ല, അല്ലെങ്കിൽ ഒരു ഭയവും തോന്നിയില്ല, സംശയവും തോന്നിയില്ല. കാരണം എന്താണെന്നറിയാവോ? നിർബന്ധമായിട്ടും കുട്ടിക്കാലത്തെ ദേവാലയത്തിൽ കൊണ്ടുപോയി കരുളിക്കായിലിരിക്കുന്ന ആ വെള്ള നിറമുള്ള അപ്പത്തിൽ യേശുവാണെന്ന് പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് അസ്വസ്ഥതയും അല്ലെങ്കിൽ ഉത്കണ്ഠയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു തന്നു. ജപമാല പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് പറഞ്ഞു തന്നു. അത് ഓരോ തവണ നിർബന്ധമായിട്ട് പറഞ്ഞു തരികയും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ തിരുത്തി തരികയും ചെയ്തതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ദൈവത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവികമായ വഴികൾക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പണമോ പേരോ പ്രശസ്തിയോ മഹിമയോ അല്ല, മറിച്ച് ദൈവത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഹങ്കാരമായിട്ട് പറയണതല്ല കേട്ടോ. തെറ്റില്ലാത്ത നല്ലൊരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരണത്. പക്ഷേ പണം ഉപയോഗിക്കുന്ന സമയത്തും സൂക്ഷ്മതയോടുകൂടി അത് ദൈവം ഉപയോഗിക്കാൻ ഭരമേൽപ്പിച്ചിട്ടുള്ള വെറും വസ്തുവാണെന്നാണ് ഓർമ്മപ്പെടുത്തി തന്നത്. അങ്ങനെയാ പരിശീലിപ്പിച്ചത്. നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില ആത്മീയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് അത് മാറ്റാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് കൊണ്ടുവരിക, ആത്മാർത്ഥമായിട്ട് പരിശീലിപ്പിച്ച് കൊണ്ടുവരിക. ആത്മീയ മേഖലയിൽ പ്രത്യേകമായി പരിശീലനം കൊടുക്കുക. അവർ ശാരീരികമായിട്ട് വളരുന്നതോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായിട്ടും എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാട് വേണം. പലതരത്തിൽ എന്ന് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പണ്ട് ഞാൻ പ്രസംഗിച്ച സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാനന്ന് ആവർത്തിക്കുന്നതാണെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. മറ്റൊന്നുമല്ല, ഞാനൊരു പള്ളിയിൽ കുറച്ചാളും വികാരിച്ചനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ ആയിരിക്കുന്ന സമയത്ത് ഈ കാറ്റഗിസം പഠിക്കുന്ന പിള്ളേരോട് ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചു. മക്കളെ, നമ്മുടെ ദിവ്യബലി അർപ്പണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാ? മുമ്പിൽ നിന്ന് മെടുക്കൻ എഴുന്നേറ്റ് അന്നൊരു മറുപടി പറഞ്ഞു. ഇന്നും മറന്നിട്ടില്ല. മറുപടി മറ്റൊന്നുമല്ല, ദിവ്യപൂജ സമാപിച്ചു എന്നുള്ള പ്രാർത്ഥനയാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു ഉൾക്കുള്ളിലാണ്. ഒന്ന് ആലോചിച്ചോ പ്രിയപ്പെട്ടവരെ, ആകെ 20 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ അരമണിക്കൂറേ ഉള്ളൂ. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കുള്ളിലാണ്. നമ്മൾ ഈ വിശുദ്ധമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഭവനങ്ങളിൽ അർപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ പേരാണ് ഭവനത്തിൻ്റെ ബലി, ജപമാല. കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള മനോഹരമായ പ്രാർത്ഥനയാണ് അത്. നിങ്ങൾ ഇൻ്റർനെറ്റൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന വ്യക്തികളല്ലേ? അതിലിങ്ങനെ ഗൂഗിൾ ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ PDF ഫോമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഒരു മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ഡൊണാൾഡ് കോവ്ലെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് നോ ടേണിംഗ് ബാക്ക് എ വിറ്റ്നസ് ടു മേഴ്സി. നോ ടേണിംഗ് ബാക്ക് എ വിറ്റ്നസ് ടു മേഴ്സി. എന്താണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകതയെന്നറിയാവോ? തകർന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പനമ്മമാര് പൈശാചിക ആരാധനയ്ക്ക് പോകുന്ന വ്യക്തികളായിരുന്നു. അവര് ഈ കൊച്ചിനെ ചിലപ്പോൾ ഈ ആരാധനക്കൊക്കെ പോകുന്ന സമയത്ത് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പട്ടിക്കൂട്ടിൽ വരെ പൂട്ടിയിട്ട് പോകുമായിരുന്നു. 14 വയസ്സ് ആയപ്പോൾ തന്നെ അമേരിക്കയിലെ വളരെ ക്രൂരനായ മയക്കുമരുന്നിനടിമയായ ഒരു വ്യക്തിയായിട്ട് തീർന്നു. ആ രാജ്യത്ത് നിക്കക്കള്ളിയില്ലാതെ ജപ്പാനിലേക്ക് പോയി ഒരുപാട് ഇങ്ങനെയുള്ള തിന്മകളിലേക്കൊക്കെ വീഴാനായിട്ട് ഇടവന്നു. അവൻ്റെ
ക്രൂരത കണ്ടുകൊണ്ട് കൂട്ടുകാർ വരെ അവനെ വിളിച്ചിരുന്നത് ചെകുത്താനെന്നും മൃഗീയനെന്നൊക്കെ ആയിരുന്നു. എന്നാൽ അവൻ്റെ ഉള്ളിൽ അസ്വസ്ഥത. ഒരു ജയിൽവാസത്തിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ ബാഗിൽ ഒരു ചെറിയൊരു പുസ്തകം ആരോ ഇങ്ങനെ രഹസ്യമായിട്ട് വെച്ചു. ആ പുസ്തകം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ എതിർപക്ഷത്തുള്ള ആളുകൾ ആക്രമിക്കുമെന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഈ പുസ്തകം എടുത്തിട്ട് ഇവൻ വെറുതെ ഇങ്ങനെ മറിച്ചു നോക്കി. ആ പുസ്തകത്തിൻ്റെ കണ്ടന്റ് വേറെ ഒന്നും അല്ല, ഇങ്ങനെ അക്രൈസ്തവരായുള്ള വ്യക്തികൾക്ക് കത്തോലിക്ക പ്രാർത്ഥന എങ്ങനെ ചെല്ലാം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഒന്നിനെക്കുറിച്ചൊരു വിവരവുമില്ല. അവനത് വായിച്ച് പതിയെ ഒരു അനുഭവത്തിലേക്ക് എത്തുകയാണ്. അവസാനം സംഭവിക്കുന്ന എന്താണെന്നറിയാവോ? ജപമാല ചൊല്ലാൻ പഠിച്ചു. ജപമാല ചൊല്ലി വലിയൊരു വ്യത്യാസം ഉണ്ടായി. ഇന്ന് അമേരിക്ക മുഴുവൻ അറിയപ്പെടുന്ന ഒരു മരിയനിസ്റ്റ് വൈദികനാണ് ഫാദർ ഡൊണാൾഡ് കോൾവിലെ. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പറ്റും, കാണാനായിട്ട് സാധിക്കും. മനോഹരമായിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം പരിശുദ്ധ ജപമാലയെക്കുറിച്ചുള്ള ശക്തമായ കാഴ്ചപ്പാട് പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണ്. വലിയൊരു പുസ്തകമാണ്, അനേകം പേജുകളുള്ള മനോഹരമായ ഒരു ഗ്രന്ഥം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ, ഈ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് മനോഹരമായിട്ട് പറയുന്നൊരു കാര്യം. ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞപ്പോൾ, എൻ്റെ വീട്ടിൽ അത് ലഭിച്ചിട്ടില്ല, അതറിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷവും സമാധാനവും അത് പറഞ്ഞറിയിക്കാൻ പറ്റുമായിരുന്നില്ല. അത്രമാത്രം ശക്തമായൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഭവനത്തിലിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ എന്താ ലഭിക്കുന്നത്? ശക്തമായ ഒരു അനുഭവം അല്ലേ? അത് വീട്ടിലുള്ള ചില വ്യക്തികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. ജപമാല ചൊല്ലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി നമ്മുടെ ഭവനങ്ങളിൽ ഈ ആത്മീയതയുടെ അനുഭവം വളർന്നു വരാൻ സവിശേഷമായ മാർഗങ്ങൾ നമ്മൾ ഒരുക്കണം. ഒരു വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് പ്രഭാഷകന്റെ പുസ്തകം 7:29. പ്രഭാഷകൻ 7:29. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ബുദ്ധിയെ തന്നെ സ്വാധീനിക്കുന്നത് മാധ്യമങ്ങളാണ്, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെയാണ്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെ പോലും പ്രത്യേകമായിട്ട് ഇത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇവിടെ ഒരു മുന്നറിയിപ്പും ഒരു വാഗ്ദാനവും കർത്താവ് നമുക്ക് തരികയാണ്. എന്നാണ് പ്രഭാഷകന്റെ 7:29 വചനത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക, സർവശക്തിയോടുകൂടെ സൃഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക, നീ അനുഗ്രഹിക്കപ്പെടും. പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അസത്യവും അർദ്ധസത്യവുമായ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ കാണുകയും കേൾക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലം ഒരുപാട് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ദൈവ ശുശ്രൂഷ നടത്തുന്ന വ്യക്തികൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രണ്ടാമത്തെ കൽപ്പന ഏതാ? അങ്ങനത്തെ കൽപ്പന ഇവിടെ ഇല്ലേ? രക്ഷപ്പെട്ടോ. എന്നാൽ കർത്താവ് 10 കൽപ്പനകൾക്ക് ഇപ്പോൾ രണ്ടാമത്തെ കൽപ്പന ഏതാണ്? ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്, വെറുതെ പ്രയോഗിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കൽപ്പന. എന്താണ് ഈ രണ്ടാമത്തെ കൽപ്പനയുടെ പ്രത്യേകത? ഈ രണ്ടാമത്തെ കൽപ്പനയ്ക്ക് ഒരു 2 മുഖങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആ കൽപ്പന പ്രത്യേകമായി നമ്മൾ അനുസരിച്ച് ദൈവത്തിൻ്റെ നാമത്തെ പരിശുദ്ധമായിട്ട് കരുതണം. ചേർന്ന് പറയാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവനാമം പേറുന്ന വ്യക്തികൾ, വസ്തുക്കൾ, സ്ഥലങ്ങൾ ഇവയെ ബഹുമാനിക്കണം, ആദരിക്കണം. ദൈവനാമം പേറുന്ന വ്യക്തികൾ, വസ്തുക്കൾ, സ്ഥലങ്ങൾ ഇവയെ നമ്മൾ ബഹുമാനിക്കണം. ദൈവനാമം പേറുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഈ ദേവാലയം, നമ്മുടെ കുരിശുപള്ളികൾ ഉണ്ടെങ്കിൽ
നമ്മുടെ ഇടവക അതിർത്തിയിൽ മറ്റൊക്കെ കുരിശുപള്ളികൾ ഉണ്ടെങ്കിൽ അതും ദൈവനാമം പേറുന്ന സ്ഥലമാണ്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതേതാണ്? തിരുഹൃദയം അണിയിച്ചൊരുക്കി വെച്ചിട്ട് നമ്മൾ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് ചേരുന്ന ഇടം. അവിടെ ദൈവത്തിന് നിരക്കാത്തതൊന്നും സംഭവിക്കാൻ ഇടവരുത്തരുത്. ഇനി ദൈവനാമം പേറുന്ന വസ്തുക്കൾ, ആശീർവദിക്കപ്പെട്ടത്, വ്യഞ്ചീകരിക്കപ്പെട്ടത്, ഇതിനൊക്കെ ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവമുണ്ട്. ഇനി വ്യക്തികൾ, ദൈവനാമം പേറുന്ന വ്യക്തികൾ, പുരോഹിതന്മാർ, സമർപ്പിതർ, ശുശ്രൂഷകർ, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം കടന്നു വരും. എന്താണെന്നറിയാവോ? ഈ ശുശ്രൂഷ നയിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവനാമം പേറുന്ന വ്യക്തികൾ, അവര് തെറ്റ് ചെയ്താൽ, കുറ്റം ചെയ്താൽ അവരെ വിമർശിക്കാൻ പാടില്ല, അല്ലേ? അവര് വിമർശനത്തിനൊക്കെ അതീതമാണ്. ഇങ്ങനെ ദൈവത്തിന്റെ അഭിഷേകം സ്വീകരിച്ചു എന്ന് പറയുന്നവർ അവർക്ക് എന്തു വേണേലും ചെയ്യാം, അവർക്കെതിരെ മിണ്ടരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു നിർബന്ധമായിട്ടുള്ള ഒരു അനാത്തമ ഉണ്ടോ? ഇങ്ങനെ ഒരു നിർബന്ധമായിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പ്രിയപ്പെട്ട, ഒരു വചനം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അത് സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകം, അതിൻ്റെ 26-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഏതെങ്കിലും ഒരു അച്ഛൻ്റെയോ കന്യാസ്ത്രീയുടെയോ ബിഷപ്പിൻ്റെയോ കുറ്റങ്ങളോ ഒക്കെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അതിനെ അസ്വസ്ഥപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ എൻ്റെ നിലപാട് എന്തായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി തരുന്നൊരു ഭാഗമാണ് ഇത്. ഞാൻ പ്രതികരിക്കണോ പ്രതികരിക്കണ്ടയോ, ഇവർ ഈ വിമർശനത്തിനൊക്കെ അധീതരാണോ എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു സംഭവമാണ്. ഈ സംഭവത്തിന്റെ അവസാനം ഒരു വലിയൊരു ദൈവിക സന്ദേശം, വെളിപ്പാട് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെടുകയാണ്. എന്താണെന്നറിയാവോ? ദാവീദ് സാവൂൾ മഹാരാജാവിനെ പേടിച്ച് ഓടി രക്ഷപ്പെടുന്നു. എന്നിട്ട് അയാള് ഹക്കീല എന്ന പേരുള്ള ഒരു കുന്നിൻ്റെ അടുത്ത് ഇങ്ങനെ ടെൻ്റ് അടിച്ച് കിടക്കാണ്. അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് രാത്രിയാകുമ്പോൾ ഈ ദാവീദിന്റെ കൂട്ടുകാരനായ അബിഷായി ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ ശത്രുവായ രാജാവ് സമീപത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, അപ്പുറത്തെ വശത്ത്. അങ്ങനെ ഇവര് ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് രാത്രിയാകുമ്പോൾ ഒളിച്ച് ഈ രാജാവ് കിടക്കുന്ന, സാവൂൾ മഹാരാജാവ് കിടക്കുന്ന ടെൻറ്റിൽ ചെല്ലും. ടെൻറ്റിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, തന്നെ കൊല്ലാനായിട്ട് നടക്കുന്ന രാജാവ് ഇങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുക. അവനെ തട്ടിയ സംഗതിയൊക്കെ ഓക്കെ, ഇനി ജീവിതത്തിന് ഒരു പ്രശ്നവുമില്ല, ഒരു ഭീഷണിയില്ല, തിരിച്ചു വരാം, സ്വസ്ഥമായിട്ട് തിരിച്ചു വരാം. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ, ഈ അബിഷായി എന്ന് പറയുന്ന ഈ ദാവീദിന്റെ കൂട്ടുകാരൻ, അരയെന്ന് വാളിങ്ങാട് ഊരിയിട്ട് ഈ മഹാരാജാവിനെ വെട്ടാനായിട്ട് ഒരുമ്പിടുന്ന സമയത്ത് അവൻ്റെ കയ്യെ കയറി പിടിച്ച് ദാവീദ് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 9-10 തിരുവചനങ്ങൾ പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഈ ഭാഗം മുഴുവനൊന്ന് മനസ്സിരുത്തി വായിക്കണം കേട്ടോ. എന്താണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്? 9-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദാവീദ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കർത്താവിന്റെ അഭിഷിക്തന്റെ നേരെ കരമുയർത്താൻ ആര് നിന്നെ അനുവദിച്ചു? കർത്താവിന്റെ അഭിഷിക്തന്റെ നേരെ കരമുയർത്താൻ ആര് നിന്നെ അനുവദിച്ചു? പോയിന്റ് നമ്പർ 1. നീ എന്തിനാ അവനെ വിമർശിക്കാൻ പോകുന്നത്? 2-ാമത്തത്, അവന്റെ നേരെ കരമുയർത്തി ശാപം വരുത്തി വെക്കാതിരിക്കുക. ഇത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. അയാൾക്ക് എന്ത് വേണേലും ചെയ്യാം, പക്ഷെ അയാൾ വിമർശിക്കാൻ പാടില്ല, അയാൾക്ക് നേരെ കരമുയർത്താൻ പാടില്ല. എന്നാൽ 10-ാമത്തെ തിരുവചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. എന്താണെന്നറിയാവോ? അവൻ തെറ്റുകാരനാണെങ്കിൽ, അവൻ കുറ്റക്കാരനാണെങ്കിൽ കൃത്യസമയത്ത് യഥാകാലം അവനെ കർത്താവ് ശിക്ഷിച്ചു കൊള്ളും. കണ്ടോ? അവൻ തെറ്റുകാരനാണെങ്കിൽ, അഭിഷിക്തൻ തെറ്റുകാരനാണെങ്കിൽ യഥാകാലം കർത്താവ് അവനെ ശിക്ഷിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പുരോഹിതൻ എന്നുള്ള രീതിയിൽ വചനം പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് അസ്വസ്ഥ സൃഷ്ടിക്കുന്ന ഒരു അനുഭവം ഞാൻ സൃഷ്ടിച്ചാൽ, എൻ്റെ പൗരോഹിത്യത്തിന് അനുസൃതമായൊരു ജീവിതം നയിക്കാതിരുന്നാൽ, സമർപ്പണത്തിന് അനുസൃതമായൊരു ജീവിതം നയിക്കാതിരുന്നാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ ഭ്രംശനം അല്ലെങ്കിൽ വിശ്വാസം ഉപേക്ഷിക്കാനുള്ള ഒരു ദുർമാതൃകയായിട്ട് ഞാൻ തീർന്നാൽ, നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ട് ഞാൻ തീർന്നാൽ, എൻ്റെ ദുർമാതൃക തീർന്നാൽ
അതിന് ഞാൻ കർത്താവിന്റെ പക്കൽ കണക്ക് കൊടുക്കേണ്ടതായി വരും. കർത്താവിന്റെ പക്കൽ ആ പുരോഹിതൻ, ആ സമർപ്പിതൻ, ആ അഭിഷിക്തൻ, അഭിഷേകം സ്വീകരിച്ചവൻ, ദൈവദാസൻ, ദൈവനാമത്തെ പേറുന്നവൻ കണക്ക് കൊടുക്കേണ്ടതായി വരും. അവനാരായിരുന്നാലും അവൻ കണക്ക് കൊടുക്കേണ്ടതായി വരും. ഓർക്കുക, ഈ വലിയൊരു ഭാരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അഭിഷിക്തൻ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ വിമർശിക്കുമ്പോൾ ഓർക്കണം കേട്ടോ, നിങ്ങൾ വിമർശിക്കുന്നത് പുരോഹിതന്റെ അഭിഷേകത്തെയാണ്. അവന്റെ മാനുഷിക കുറവുകളിൽ നിന്ന് വരുന്ന തെറ്റുകളെയാണ് പ്രത്യേകമായിട്ട് അവനെ തെറ്റുകാരനാക്കി തീർക്കുന്നത്. അതിനെയല്ല. അഭിഷേകത്തിന് ഒരു കുറവുമില്ല, അത് ദൈവം കൊടുക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ സമർപ്പിതനും ഒരു ഉത്തരവാദിത്വമുണ്ട്. ദുർമാതൃക കാണിക്കാതെ നന്മയിൽ ജീവിക്കാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അസത്യവും അർദ്ധസത്യവുമായ കാര്യങ്ങൾ അത് നിങ്ങൾ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ ഉടൻ തന്നെ അതിന് അനുകൂലമായിട്ട് പ്രതികരിക്കാനായിട്ട് പോകരുത് കേട്ടോ. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, ദൈവം, ഞാൻ ഇന്നലെ വചനത്തിൽ പറഞ്ഞു, ദൈവം ഒരു പാപവും ഒരു തെറ്റും അനുവദിക്കുന്നില്ല. തെറ്റിൻ്റെ ഭാഗത്ത് ഒരിക്കലും ദൈവം നിൽക്കുകയല്ല. നീതിയുടെ മാർഗത്തിലൂടെ നയിക്കാനും നീതിയുടെ ഭാഗത്ത് മാത്രമേ ദൈവം നിൽക്കുകയുള്ളൂ. അത് നിർബന്ധമായിട്ടും കർത്താവ് വചനത്തിലൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ വിമർശനത്തിലേക്ക് വീഴരുത്. എന്താ കുഴപ്പമെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ വിമർശിച്ച് നമ്മുടെ വീട്ടിലിരുന്ന് നല്ല രസമല്ല ഇങ്ങനെ സംസാരിക്കാനായിട്ട്. ഇത് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാതാപിതാക്കളുടെ കുറവുകൾ കാണുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ ആത്മീയ മേഖലയിലും ഉണ്ടാകും. എന്തിനാ പള്ളിയിൽ പോയിട്ട്? അച്ഛന്മാരല്ലേ ഈ രീതിയിലുള്ളതല്ലേ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഈ ഒരു ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരും. അവർക്ക് ദൈവത്തോടുള്ള വിശ്വാസത്തിൽ വീഴ്ച സംഭവിക്കാനായിട്ട് ഇടവരും. അതുകൊണ്ട് ഇവരുടെ തെറ്റുകൾ മറച്ചു പിടിക്കണം എന്നുള്ളതല്ല, മറിച്ചൊരു കാര്യം ഓർക്ക് പ്രിയപ്പെട്ടവരെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക, വിമർശനങ്ങൾ നമ്മുടെ ഭാഗത്ത്, നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടാകരുത്. നമുക്കുണ്ടായിട്ടുള്ള ആ പ്രത്യേകമായ അനുഭവങ്ങൾ പ്രത്യേകമായിട്ട് ഭവനത്തിലിരുന്ന് പറയരുത്. അസത്യമായ അർദ്ധസത്യമായ കാര്യങ്ങൾ പറയരുത്. നിർബന്ധമായിട്ടും വേണം. ആത്മീയമായ ഒരു ക്രമം വേണമെങ്കിൽ ഈ മേഖലയിൽ ശ്രദ്ധ പുലർത്തുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയതയുടെ മേഖലയിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെ പരിശീലിപ്പിക്കുക, വ്യക്തമായിട്ട് പരിശീലിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ എഞ്ചിനീയർമാരും ഡോക്ടർമാരും കളക്ടർമാരും മാത്രമല്ല, ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്ന മക്കളുണ്ടാകണം. എങ്കിലും മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദേശമൊക്കെ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഒരാഗ്രഹം പ്രകടിപ്പിച്ച അവരെ പ്രോത്സാഹിപ്പിക്കാനും അംഗീകരിക്കാനും വേണ്ടതായ വലിയ ഒരു പിന്തുണ കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, ഒരു അസ്വസ്ഥതയുണ്ടാകുകയില്ല. മനസ്സിരുത്തി വായിക്കണം. നിങ്ങളുടെ പിള്ളേർ ഈ ഫസ്റ്റ് കമ്മ്യൂണിയൻ, ഞാൻ കേട്ടു റോക്കി അച്ഛൻ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിയൻ നടക്കാൻ പോവുകയാണ്, ആദ്യ കുർബാന സ്വീകരണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവരച്ഛനാക്കണേ കന്യാസ്ത്രീയാക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവ വഴിയിൽ ജീവിക്കാനുള്ള കൃപ നൽകണേ എന്ന് അപ്പനമ്മമാർ പ്രാർത്ഥിച്ച അതിൻ്റെ അനുഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കും. ഉറപ്പായിട്ടും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അപ്രകാരമുള്ളൊരു പരിശീലനം നിർബന്ധമായിട്ട് നമുക്ക് വേണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിചിന്തനം. ഇവിടെ ഇപ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നൊരു പ്രേരണയുടെ പുറത്താണ് ഞാനിത് പറയണത്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഏറ്റവും പ്രത്യേകമായിട്ട് സാധിക്കണം. ഈ ബൈബിളിൽ കൽപ്പനകൾ കർത്താവ് നൽകിയപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: മക്കളെ, ഭൂമിയിൽ ഐശ്വര്യം കണ്ടെത്താൻ, ദീർഘായുസ് പ്രാപിക്കാൻ നീ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയുള്ള ആദ്യത്തെ കൽപ്പനയാകുന്നു ഇത്.
ഇത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കൽപ്പനകൾ മോശയ്ക്ക് കൊടുക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും അതെടുത്ത് പറയുകയാണ്. മക്കളെ, ഭൂമിയിൽ ഐശ്വര്യം കണ്ടെത്താൻ, ദീർഘായുസ് പ്രാപിക്കാൻ നീ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇത് പിള്ളേർക്കുള്ള കൽപ്പനയല്ല, മുതിർന്നവർക്ക് കൂടിയുള്ള കൽപ്പനയാണ്. ജന്മം തന്ന മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, അംഗീകരിക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഓർക്കുന്നൊരു അനുഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അടുക്കൽ വന്ന ഒരു പെൺകുട്ടി, പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ പാസ്സായൊരു കൊച്ച്, കാണാൻ നല്ല സുന്ദരി, കുടുംബത്തിൽ വലിയ സാമ്പത്തികം എല്ലാം ഉണ്ട്. പക്ഷേ പ്രായം ഒരല്പമായിട്ടുണ്ട്, വിവാഹം നടക്കണില്ല. പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോവുകയാണ്. എപ്പോഴും ഈ കൊച്ചിന് അസ്വസ്ഥതയാണ്. മാതാപിതാക്കളും ഈ പെൺകുട്ടിയും സഹോദരനും ഒക്കെ പലപ്പോഴും ഞാനായിരിക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ വിശുദ്ധ ബലിയർപ്പണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊടുങ്കാറ്റ് പോലെ ഈ പെങ്കൊച്ച് കയറി വന്നു. എന്നിട്ട് അവളിങ്ങനെ അസ്വസ്ഥപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പം? എന്നെ പെണ്ണ് കാണാനായിട്ട് ഇന്ന് രാവിലെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ബന്ധത്തിന് താല്പര്യമില്ല. ഉടൻ തന്നെ എൻ്റെ അമ്മ ഇങ്ങനെ പദം പറയാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് സഹിച്ചില്ല അച്ചു. അപ്പം ഞാൻ എൻ്റെ അമ്മയോടൊരു ചോദ്യം ചോദിച്ചു ഇങ്ങനെ, പിന്നെ നിങ്ങളെന്തിനാ എന്നെ ജനിപ്പിച്ചതെന്ന്. ഇതല്പം ക്രൂരമായ ഒരു മറുപടിയാണ്. സ്വാഭാവികമായിട്ട് രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ട്. ആ പെൺകുട്ടിക്ക് ഉണ്ടായ മാനസികമായ അസ്വസ്ഥത, അമ്മയ്ക്കുള്ള അസ്വസ്ഥത. അതുകൊണ്ട് അമ്മ അങ്ങനെ പ്രതികരിച്ച് ഈ പെൺകൊച്ചും പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർ ആ കൊച്ചിനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു. പക്ഷേ വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ബൈബിൾ ഞാനിങ്ങനെ തുറന്നപ്പോൾ ഒരു വചനഭാഗം കണ്ടു. വലിയ ഒരു ഭീതി എന്നീ സൃഷ്ടിച്ചൊരു വചനഭാഗമാണ്. അത് യെശയ്യായുടെ പുസ്തകം 45:10 ഞാൻ വചനഭാഗം എഴുതി വെച്ചു. എന്താണ് ആ വചനത്തിൽ എഴുതിയിരിക്കണേന്നറിയാവോ? പിതാവിനോട് നീ എന്തിനാണ് ജനിപ്പിക്കുന്നത് എന്നും മാതാവിനോട് നീ എന്തിനാണ് എന്നെ പ്രസവിക്കുന്നത് എന്നും ചോദിക്കുന്നവനും ചോദിക്കുന്നവൾക്കും ദുരിതം. ഐ റിപ്പീറ്റ്, പിതാവിനോട് നീ എന്തിനാണ് എന്നെ ജനിപ്പിക്കുന്നത് എന്നും മാതാവിനോട് നീ എന്തിനാണ് എന്നെ പ്രസവിക്കുന്നത് എന്ന് ചോദിക്കുന്നവനും ചോദിക്കുന്നവൾക്കും ദുരിതം. എന്റെ കാരണം എന്താണ്? ഇതൊരു ശാപമായിരിക്കും എന്നാ വചനം പറയണത്. അവർക്ക് ശാപമായിരിക്കും, തകർച്ചയായിരിക്കും. കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ, വചനം തന്നെയാ പറയണത്. പ്രഭാഷകന്റെ പുസ്തകം 7, 27, 28 തിരുവചനങ്ങൾ അതിന്റെ കാരണം പറയുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കട്ടെ, നൊന്തുപറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക, നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ സാധിക്കും? അവരുടെ ദാനത്തിന് നിനക്ക് എന്ത് പ്രതിഫലം നൽകാൻ സാധിക്കും? ലോകത്തിലെ ഏറ്റവും മൂല്യമായ ഒന്ന്, ജീവൻ, ഈ ഭൂമിയിലേക്ക് കടന്നു വരാനുള്ള അനുമതി നൽകിയത് നിന്റെ മാതാപിതാക്കളാണ്. അപ്പൊ അതിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ, ചോദ്യം ചെയ്താൽ ദൈവശിക്ഷയുണ്ടാകുമെന്നാ വചനം പറയണത്. ഞാൻ വേറെ വചനങ്ങളിലേക്ക് പോണില്ല. ദൈവശിക്ഷയുണ്ടാകും. ഒന്ന് ചിന്തിക്കണം. വൃദ്ധരായ മാതാപിതാക്കള് ഒരു ബാധ്യതയായിട്ട്, ഒരു ശല്യമായിട്ട് കരുതരുത്. ചിലരുണ്ട് വസ്തുഭാഗം വെച്ചപ്പോ ഉദ്ദേശിച്ച രീതിയിൽ ഭാഗം ലഭിക്കാത്തതിന്റെ പേരിൽ മാതാപിതാക്കളോട് മറുതലച്ച് നിൽക്കുന്നത്. അവരെ ക്രൂരമായിട്ട് വേദനിപ്പിക്കുന്നവര്, പീഡിപ്പിക്കുന്നവര്, അസ്വസ്ഥപ്പെടുത്തുന്നവര്. ഓർക്ക് പ്രിയപ്പെട്ടവരെ, സ്വയം തകർച്ച വരുത്തി വെക്കുകയാണ്. ഈ വസ്തുഭാഗം വെക്കുന്ന സമയത്ത് തല്ലുപിടിച്ച് സ്വന്തമാക്കി അസ്വസ്ഥപ്പെടുമ്പോൾ ഒരു വചനഭാവം കൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:24 എന്താ വചനത്തിൽ എഴുതിയിരിക്കണേന്നറിയാവോ? അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും പിടിച്ചു വാങ്ങിയിട്ട് തെറ്റില്ല എന്ന് പറയുന്നവൻ ധ്വംസകന്റെ, പിശാചിന്റെ സുഹൃത്താണ്. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ കൃപ കെടുത്തിക്കളയുന്ന, അസ്വസ്ഥതയുണ്ടാക്കുന്ന അനുഭവമാണ് ഇത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി അനുതപിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചേർന്നൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. വിവാഹം ശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന് കുറച്ചുകൂടെ ഒരു വിശാലത വരികയാണ്. എനിക്ക് ജന്മം തന്ന അപ്പനും അമ്മയും മാത്രമല്ല, ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളും എൻ്റെ മാതാപിതാക്കളാണ്. ബൈബിളിലെ മനോഹരമായൊരു പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം. അതിൽ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്.
എന്താണെന്നറിയാവോ? റൂത്തിനോട് അവളുടെ മരുമകളായ അമ്മായിയമ്മയായ നവോമിയോട് റൂത്ത് പറയുന്ന കാര്യമാണ്. അവൾ വിജാതിയായ ഒരു പെങ്കൊച്ചായിരുന്നു. ഭർത്താവ് മരിച്ചു. അപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെങ്കൊച്ചിനോട് അമ്മായിയമ്മയായ നവോമി പറഞ്ഞു, നീ നിന്റെ നാട്ടിലേക്ക് പോയിക്കോ, കാരണം നീ വിധവയായ വ്യക്തിയാണ്. സ്നേഹത്തോടെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഈ പെങ്കൊച്ച് അമ്മയോട്, അമ്മായിയമ്മ എന്നല്ല ഉപയോഗിക്കുന്ന, അമ്മയോട് പറയുന്ന വാക്കുകളാണ് ഈ 15-ാമത്തെ തിരുവചനത്തിൽ. ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെ സ്വീകരിക്കേണ്ടതിൻ്റെ ആഴം ഇവിടെ പറഞ്ഞു തരികയാണ്. എന്താ വചനത്തിൽ വായിക്കണമെന്നറിയാവോ? അമ്മ എന്നോട് പോകാൻ പറയരുത്. അമ്മ വസിക്കുന്നിടത്ത് ഞാൻ വസിക്കും, അമ്മ പോകുന്നിടത്ത് ഞാനും വരും. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും, അമ്മയുടെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കളായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് മരിക്കാനും അമ്മ അടക്കം ചെയ്യപ്പെടുന്ന കല്ലറയിൽ അടക്കപ്പെടാനും ഞാൻ ആഗ്രഹിക്കും. എന്നിട്ട് ഈ പെൺകുട്ടി തൻ്റെ അമ്മായിയമ്മയോട് കൂടെ ചേർന്ന് ജീവിക്കുകയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ വംശാവലിയിൽ എഴുതപ്പെട്ട ഒരു സ്ത്രീ നാമമാണ് റൂത്തിൻ്റെ പേര്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ സാധിക്കുന്ന അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുത്തപ്പെടേണ്ട മേഖലയാണ് പ്രിയപ്പെട്ടവരെ, തിരുത്തപ്പെടേണ്ട മേഖല. നമ്മൾ ഒരുപാട് വികസിച്ചു, ശാസ്ത്രം ഒരുപാട് വികസിച്ചു, ബുദ്ധി ഒരുപാട് വികസിച്ചു, ഒരുപാട് ധ്യാന ശുശ്രൂഷകൾ ഉണ്ടായി, വചനപ്രഘോഷണം ഉണ്ടായി. പക്ഷേ ഈ മേഖലയിൽ മാത്രം ഒരു വ്യത്യാസമില്ല. ഇന്നും ശത്രുപക്ഷത്താണ് ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെ നിർത്തുന്നത്. ശത്രുപക്ഷത്താണ്. അതിന് ഒരുപാട് ന്യായങ്ങൾ നമ്മൾ കാണും. അവരോട് വിവേചനം കാണിക്കും, അസ്വസ്ഥത പ്രകടമാക്കും. ഈ മരുമക്കളോട് അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ മകളുടെ ഭർത്താവിനോട് അപ്പന്മാരും അമ്മമാരും പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ട, സ്വീകരിക്കേണ്ട മനോഭാവം എന്താണെന്നറിയാവോ? സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത്, എങ്ങനെയാണോ അവരെ പരിഗണിക്കുന്നത്, അതേ അനുഭവത്തോടു കൂടെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ.